എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹര സന്ധിയിൽ എന്നോടൊപ്പം ശ്രീ ജോണി ആൻ്റണിയും അനൂപ് സത്യനുമുണ്ട്. ഇവരെ രണ്ടുപേരെയും ഔപചാരികമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു തുടക്കത്തിനു വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇവരിലേക്ക് തന്നെ കടക്കാം. ഇവർ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഇരിക്കുന്നതെന്നും എനിക്കറിയാം. അനൂപ് സത്യൻ്റെ ഒരു വാചകത്തിൽ തുടങ്ങിയാൽ, അച്ഛൻ്റെ ഇന്നസെൻ്റാണ് എനിക്ക് ജോണി ചേട്ടൻ എന്ന് അനൂപ് ഒരിക്കൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതായത് ഇന്നസെൻറ്റും അച്ഛൻ്റെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടിൻ്റെ. ഇന്നസെൻറ്റിനും ജോണി ആൻ്റണിക്കും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സമാനതകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ട് ജീവിത സന്ദർഭങ്ങളെയും അനുഭവങ്ങളെയും ഓർമ്മകളാക്കി സൂക്ഷിക്കാനും അവയെ ആവശ്യാനുസരണം പുറത്തെടുത്ത് കഥകളാക്കി രസകരമായി അവതരിപ്പിക്കാനുമുള്ള കഴിവാണ് അതിലേറ്റവും പ്രധാനം. രണ്ടാമത്, ജീവിതത്തെ നർമ്മത്തിൻ്റെ കണ്ണാടിയിലൂടെ കാണാനുള്ള കഴിവ് മറ്റൊന്ന്. വരനെ ആവശ്യമുണ്ട് എന്ന തൻ്റെ ആദ്യ സിനിമയിൽ അനൂപ് സത്യനാണ് ജോണിയെ ഒരു പൂർണ്ണ നടനായി മലയാള സിനിമയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അനൂപിൻ്റെ ആ തീരുമാനം ശരിയായിരുന്നു, ഒരുപക്ഷെ ഇന്നസെൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ശരിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് ഓരോ സിനിമയിലും ജോണി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ഹോർത്തൂസിൻ്റെ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. ഞാൻ ജോണിയോട് ആദ്യം നിങ്ങളെല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കാമോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്. പക്ഷേ അതിൽ നിന്നൊന്ന് മാറുകയാണ്. അതായത് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ ഹോർത്തൂസിൻ്റെ തുടക്കം അതിമനോഹരമാക്കി മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ് ഇവിടെ. അദ്ദേഹം ഇതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അതായത് കൂട്ടം കൂടാം, തിരിച്ചറിയാം, ഒന്നിക്കാം, തൻ്റെ പഴയ സൗഹൃദങ്ങൾ തിരിച്ചറിയാം എന്നൊക്കെയുള്ളത്. അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തിനെ, അല്ലെ അദ്ദേഹത്തിന് മമ്മൂട്ടി എന്ന് പേരിട്ട മുഹമ്മദ് കുട്ടി എന്ന ആളെ, ഒമർ ഷെരീഫ് എന്ന് പറഞ്ഞ് നടന്ന ആളെ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയാക്കി മാറ്റിയ ആളെ അദ്ദേഹം വേദിയിലേക്ക് പരിചയപ്പെടുത്തി. വേദിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു നിമിഷം തനിക്കൊപ്പമുള്ള ഒരു സ്റ്റാറാക്കി മാറ്റി. ഒരു പക്ഷേ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെ രംഗം നമ്മളിവിടെ വീണ്ടും ആവിഷ്കരിക്കുന്നത് പോലെ തോന്നി. അങ്ങനെയായിരുന്നു ഇവിടെ തുടക്കം. മമ്മൂട്ടിയെ കൊണ്ട് ചിലങ്ക് കെട്ടിച്ച് ഡാൻസ് ചെയ്യിച്ച ആളൊക്കെയാണ് ജോണി. ഇപ്പോഴും പറയുന്നത് ജോണി വിചാരിച്ചാൽ മമ്മൂട്ടിയുടെ ഡേറ്റ് എപ്പോൾ വേണമെങ്കിൽ കിട്ടുമെന്നാണ്. മമ്മൂട്ടിക്ക് ചില സ്വകാര്യ ഇഷ്ടങ്ങളുണ്ട്. ജോണി ആൻ്റണി ദയവായി മമ്മൂക്കയായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമോ? മമ്മൂക്കയെ പറഞ്ഞ പോലെ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും, കാരണം മമ്മൂക്കയെ പോലൊരു നടൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തെ വെച്ച് 4 സിനിമകൾ ചെയ്യാൻ പറ്റി. പിന്നെ ഈ മമ്മൂക്ക എനിക്ക് ആദ്യം ഗുലാനാണ് ഞാൻ ചെയ്തത്, തുറപ്പ് ഗുലാൻ 2005. അപ്പോൾ പുള്ളിയുടെ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ മമ്മൂക്കയെ പൊന്നുപോലെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് ഒരു ഇടർച്ച ഉണ്ടാകാതെ വളരെ സൂക്ഷിച്ച് പുള്ളിയുടെ സന്തോഷം നോക്കി. ഞാൻ ഈ പുള്ളിയുടെ 4 പടങ്ങൾ ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊരു തൊട്ടിലൊരു കുട്ടി കിടക്കുന്ന പോലെ ഞാൻ എപ്പോഴും. കാരണം കുട്ടി ഹാപ്പിയാണോ, കുട്ടി കരയുന്നില്ല, കുട്ടി ഓക്കെ അല്ലേ, കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നോ, ഫുൾ ഫോക്കസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു 10-15 ദിവസമൊക്കെ ഷൂട്ടിങ് നന്നായിട്ട് പോകുമ്പോൾ ഞാൻ അസോസിയേറ്റിനെ വിളിച്ച് പറയും, ഓ മമ്മൂക്ക ഹാപ്പിയായിട്ട് 15 ദിവസം കടന്നുപോയി, ഇനിയും. പക്ഷേ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു മാനേജറുടെ കുഴപ്പമോ ഒരു വണ്ടിയുടെ കുഴപ്പമോ എന്തെങ്കിലുമായിട്ട് ഒരിക്കൽ കുട്ടി കരയും. അപ്പോൾ എനിക്ക് പിന്നെ തീർക്കുമോ, ടെൻഷനാവും. അപ്പം അതുപോലെ തന്നെ ഈ ഡാൻസ് ഞാൻ പുള്ളിയെ കൊണ്ട് നിർബന്ധിച്ച് കളിപ്പിക്കാറുണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്, പുള്ളിയെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കണം. ഞാനാണ് നിർബന്ധിച്ച് കളിക്കുന്നത്, അല്ലെ പുള്ളിയായിട്ട് കളിക്കുന്നതല്ല. അപ്പം ഞാൻ മിക്കവാറും ഡാൻസ് ഉണ്ടാവും. ഈ ഡാൻസ് ഉള്ള ദിവസമൊക്കെ പുള്ളി കുറച്ച് ഇടർച്ചയായിരിക്കും, എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം, അതായത് അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനല്ലേ കഷ്ടപ്പെടുന്നത്, നിനക്ക് കണ്ടുകൊണ്ട് നിന്നാൽ മതിയല്ലോ എന്നുള്ളൊരു വികാരമുണ്ട് പുള്ളിക്ക്. അപ്പോൾ ഞാനൊരു ദിവസം എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പുള്ളി ദേഷ്യവും എന്നോട് അങ്ങോട്ട് വെറുപ്പുമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക എനിക്ക് മമ്മൂക്കയുടെ പടത്തിലൊരു പാട്ടാണ് പറയാനുള്ളത്. അതേത് പാട്ട്? ഞാൻ പറഞ്ഞ മറ്റേ പൊന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ചെയ്യാം. ശരി, എല്ലാം കഴിഞ്ഞു, ഡാൻസൊക്കെ കഴിഞ്ഞു. ഒരു നന്നായിട്ട് പുള്ളി ചെയ്ത് പോകാത്ത എനിക്കും ആ പാട്ട് തന്നെ തന്നോട് പറയാനുള്ളത്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മനുഷ്യനൊരു സിനിമാക്കാരെന്നുള്ളൊരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, എൻ്റെ ഒരു സുഹൃത്ത് എയർപോർട്ടിൽ വെച്ച് മമ്മൂക്കയെ കണ്ടു. മമ്മൂക്കയെ കണ്ടാണ് അയാൾ ചെന്നിട്ട് പരിചയപ്പെട്ടു. ഇന്നപോലെ ഞാൻ ജോണിയുടെ സുഹൃത്താണ്. അപ്പോൾ അത് ഏത് ജോണി? നമ്മൾ ജോണി ആൻ്റണി. നമ്മുടെ ജോണി.
ആ നമ്മുടെ ജോണിയിലുണ്ട്. ആ സ്നേഹം, പരിഗണന, ആ കരുതൽ, അതാണ് മമ്മൂക്ക. മമ്മൂക്ക പറഞ്ഞു മഹാരാജാസ് കോളേജ് മമ്മൂക്കയ്ക്കൊരു വികാരമാണ്. എന്നാൽ മഹാരാജാസ് കോളേജിൽ പഠിച്ച ആ മനുഷ്യൻ എനിക്കും മലയാള സിനിമയ്ക്കും ഒരു വികാരമാണ്. പോരേന്ന് ചോദിക്കുന്നു, മതിയോ അതോ ഒരു കാര്യം കൂടെ പറയണോ? വേണ്ട, ഓക്കെ. അപ്പം നമുക്ക് അനൂപിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ജോണി ആൻ്റണി എന്ന് പറയുന്ന സംവിധായകനെ അനൂപ് സിനിമയിലെടുത്തത്? അല്ലെങ്കിൽ എന്തിനാണ് സിനിമയിലെടുത്തത്? ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും വേറൊരാളെയാണ് ആ റോളിനെ കാസ്റ്റ് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലാൽ ജോസ് സാറിൻ്റെ തട്ടിൻപുറത്താഴ്ച എന്നുള്ള സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഈ മനുഷ്യനെ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു രൂപത്തിൽ എനിക്ക് വളരെ ഒരു ഫുട്ബോൾ പോലെ ഉണ്ടെങ്കിലും പക്ഷേ ഭയങ്കര നല്ല സ്പീഡുള്ള മനുഷ്യനാണ്. ഇവിടെ വിട്ടാൽ അവിടേക്ക് എത്തും പെട്ടെന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും ഈ കാസ്റ്റ് ചെയ്ത എല്ലാവരും കുറച്ച് സ്ലോ ആയി. ഇപ്പോൾ സുരേഷ് സാറാണെങ്കിലും ശോഭനാണെങ്കിലും ഒരു കുറച്ച് ഇങ്ങനെ ഒതുക്കി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു പൊട്ടിക്കാൻ പറ്റുന്നൊരു ബോംബായിട്ട് എനിക്ക് തോന്നി. പിന്നെ തമാശകൾ, പിന്നെ എന്താ പറയുക, ഒരു സീനൊക്കെ പെട്ടെന്ന് ഇംപ്രവൈസ് ചെയ്ത് പറയുന്ന കാര്യമുണ്ട്. എനിക്ക് ആ സിനിമയിലത്തെ ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇയാൾ അതിലൊരു കരാട്ടെ മാഷായിരുന്നു, പക്ഷെ പേടിത്തൂറിയാണ്. എന്തൊരു ബോംബ്, നാടൻ ബോംബ് എന്തോ കൊണ്ടുവരുമ്പോൾ പറയാണ് ബോംബ് പൊട്ടിയിട്ടാൽ അല്ല തനിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ട്, താൻ കരാട്ടെ അല്ലേ എന്ന് പറയുമ്പോൾ ബോംബ് പൊട്ടിയ കരാട്ടെ കൊണ്ട് യാതൊരു കാര്യമില്ല. ഹിരോഷിമയിൽ ആറ്റം ബോംബ് എത്ര പേരെ മരിച്ച്, മറ്റേ എല്ലാം ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഒറ്റ ഡയലോഗിലാണ് എൻ്റെ കാസ്റ്റിംഗ് മാറുന്നത്. പിന്നെ ഈ സെറ്റിലെത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇന്നസെൻ്റ് അങ്കിളുടെ ഒരു ചാം വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ സുരേഷ് സാറായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ മറ്റാൾ സംസാരിക്കുമ്പോൾ ഉള്ളൊരു കോമ്പിനേഷൻ വളരെ രസമായിട്ട് തോന്നി. അങ്ങനെയാണ് മൂപ്പരയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് പോകുന്നു. അതെ അതെ അതെ. അപ്പോൾ ഹിരോഷിമയിലെ കഥ പറഞ്ഞുകൊണ്ട് ജോണിയോട് വീണ്ടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ വിളക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് എടുപ്പിച്ച ആ കഥയൊന്ന് പറയാമോ? അതിനകത്ത് ആ വിളക്ക് ഞാനിങ്ങ് എടുക്കുക എന്നുള്ള ഡയലോഗ് സുരേഷ് ഗോപിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതിൽ ജോണിയുടെ ഒരു ഇടപെടലുണ്ടെന്ന് പറയുന്നു, വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ. അനൂപ് എനിക്ക് തോന്നുന്നു സത്യൻ സാറിൻ്റെ മകനായതുകൊണ്ടും എന്നെപ്പോലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. ഞാൻ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ അനൂപിന് കുറേ സത്യസന്ധതകളുണ്ട്. ഞാൻ ഈ അത്യാവശ്യം സകല കന്നം തെരുവും തരികിടെയൊക്കെ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അനൂപ് വളരെ സത്യസന്ധനാണ്. സത്യൻ സാറിൻ്റെയൊക്കെ ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ ഞാനോർത്ത് ഇപ്പോൾ ഈ സുരേഷ് ഏട്ടൻ അന്ന് ഈ വിളക്കിൻ്റെ കാര്യത്തിൽ എല്ലാവരും ട്രോളുമായിരുന്നു. ഈ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് തൃശ്ശൂർ വേണം, ഞാനിങ്ങനെ എടുക്കുക. അപ്പോൾ ചർച്ചയിൽ ഞാനിങ്ങനെ സംസാരിച്ച് കൊടുത്ത് ഞങ്ങൾ പറഞ്ഞ പോലെ ആ സംഭവം സുരേഷ് ഏട്ടനായിട്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളി ആ ട്രോളിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെയല്ലോ, നമ്മളെ കളിയാക്കുന്ന കാര്യം നമ്മൾ തന്നെ പറഞ്ഞാൽ പിന്നെ അത് മാറുമല്ലോ. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് അനൂപ് കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റിൽ ഒരു വിളക്കിൻ്റെ പരിപാടിയാക്കി കൊണ്ടുവന്ന് ഞാൻ പറയേണ്ടതാണ്. എൻ്റെ വിചാരം ഇത് സുരേഷ് ഏട്ടനോട് നേരത്തെ പറഞ്ഞെന്നാണ്. ഷൂട്ടിൻ്റെ സമയത്താണ് ഞാൻ ചെന്നിട്ട് പുള്ളിയോട് എനിക്ക് ഈ വിളക്ക് വേണം, നിങ്ങൾ എനിക്ക് വിളക്ക് തരണം, ഇത് നടക്കില്ല എന്ന് പുള്ളി. അല്ല ഞാൻ പറഞ്ഞു, അനൂപ് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് പറയണേ ചേട്ടാ ഇതിപ്പോൾ വേണം. ഏതാ ഞാനാണെങ്കിൽ ഒരാഴ്ച മുമ്പ് ചെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് പെർമിഷൻ മേടിച്ചിട്ടേ ഷൂട്ടിൽ വരുള്ളൂ, ഒന്നും അറിഞ്ഞിട്ട്. പക്ഷേ സുരേഷ് ഏട്ടൻ അത് ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഒരു റിയാക്ഷൻ അനൂപ് എടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഭയങ്കര രസമായിരുന്നത്. അപ്പോൾ അത് അന്ന് പിന്നെ ശേഷം സുരേഷ് ഏട്ടനെ ആരും ആ വിളക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞിട്ട് കളിയാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് കാര്യം അനൂപ് വളരെ സ്ട്രെയിറ്റാണ്. ഞാൻ ഈ അഭിനയം തുടങ്ങിയെങ്കിൽ പോലും ഞാനൊരു അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ ഒരു അവശ്യ വസ്തുവായത് വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയ്ക്ക് ശേഷമാണ്. അനൂപായിട്ട് ഈ വേദി പങ്കിടുന്ന ഒരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും കുറഞ്ഞാലും അനൂപ് നികത്തിക്കോളും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആ വിളക്കിൻ്റെ സംഭവം. അപ്പോൾ നോട്ട് ദ പോയിൻ്റ്, അനൂപ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, സത്യസന്ധനാണെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഞാൻ അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ അന്നേരം ചോദിക്കാം. ഇപ്പോൾ അതായത് ഒരു സംവിധായകൻ അഭിനേതാവായി വരുമ്പോൾ അദ്ദേഹം ആ സാഹചര്യം അനുസരിച്ച് മറ്റൊരു നടനെ അല്ലെങ്കിൽ അതിലേക്ക് മേക്ക് ചെയ്ത് കൊണ്ടിരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഞാൻ ജോണിയോട് ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സംവിധായകനായിരുന്നപ്പോൾ താങ്കൾ മനസ്സിലാക്കാതെ പോയതും എന്നാൽ നടനായി കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞതുമായ അഭിനേതാക്കളുടെ ഒരു പ്രശ്നം പറയാമോ, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക്? ഈ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ സ്ക്രിപ്റ്റായി ഒരു ചാർട്ടിംഗ് ഒക്കെ നടന്നു, നമുക്കൊരു ദിവസം 4 സീൻ എടുത്ത് തീർക്കണം, ബഡ്ജറ്റ് നിർത്തണം, ആർട്ടിസ്റ്റുകളെ കറക്റ്റായിട്ട് വിടണം. കാരണം അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ പങ്ക്ച്വലാണ്. കാരണം
ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവും. നമ്മൾ ആ രീതിയിൽ, കാരണം ഫിലിം ആയതുകൊണ്ട് ഫിലിമിൻ്റെ ഒരു വിലയുണ്ടല്ലോ, ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ചേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അച്ചടക്കം എപ്പോഴും ആ സിനിമയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരാൻ വേണ്ടി ഇപ്പോൾ ആർട്ടിസ്റ്റ് വന്നില്ലേ ഇങ്ങനെ ഇവിടെ പോയി കിടക്കുന്നു അതൊക്കെ പറയും. അങ്ങേർക്ക് 100 വർഷം ഉണ്ടാവും. പിന്നെ ഈ വന്നു കഴിഞ്ഞ ആർട്ടിസ്റ്റ് എന്താ ഇത്ര റെഡിയാകത്ത് വരാത്തേ, ഫസ്റ്റ് ഡേ ഒക്കെ ആർട്ടിസ്റ്റുകൾക്ക് ഈ ഗെറ്റപ്പൊക്കെ ഒന്ന് നോക്കി വരണം, അവർക്കൊരു സമാധാനം വേണമല്ലോ. പക്ഷെ സംവിധാനമായിരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല. എന്താ അങ്ങേർക്ക് ഇങ്ങോട്ട് വന്നാലേ, ഞാൻ ഈ നടനായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൂക്കേട് മനസ്സിലാക്കിയത്. കാരണം നമ്മളൊരു നടനായിട്ട് സെറ്റ് ചെല്ലുമ്പോൾ നമ്മളൊരു മീശ ഒട്ടിച്ചു, അല്ലെങ്കിൽ മുടി ഒന്ന് ചീകി വെച്ചു, നമ്മൾ ഷർട്ട് ഇട്ടു, നോക്കിയപ്പോൾ പിന്നെ പാൻറ് ഇടാൻ പറ്റുന്നില്ല, പലരും പറയാൻ പറ്റുമോ, പിന്നെ പാൻറ് കൊണ്ടുപോയി ചെറുത്, അപ്പോൾ ഡയറക്ടർ അവിടെ റെഡിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദി കൂടും. അങ്ങനെ ഒരു ആദി പിടിച്ച മനസ്സുമായിട്ടാണ് വരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ആർട്ടിസ്റ്റ് എന്തുമാത്രം വിഷമിക്കുന്നു എന്നുള്ളത്. ഞാൻ ഈ നമുക്ക് തന്നെ ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു, ശിക്കാരി ശംഭു. അപ്പോൾ ശിക്കാരി ശംഭു കണ്ടു കഴിഞ്ഞിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞു, ജോണി അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം, ജോണി അഭിനയിക്കുമ്പോൾ ഒരു സംവിധായകനുണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഫേസിൽ ഞാൻ അപ്പോഴും മറ്റേത് ഇന്ന് 12 മണിക്ക് തീരുമോ ഈ സീൻ, എനിക്കെന്തിനാ, എനിക്ക് അഭിനയിച്ചിട്ട് പോയാൽ പോരെ, നമ്മളറിയാതെ നമ്മളൊരു നടൻ കിടക്കും. ഇപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, അനീഫ് ഖാൻ പണ്ടിങ്ങനായിരുന്നു അത്രേ. അനീഫ് ഖാൻ സംവിധായകനായിട്ട് നടനായിട്ട് സംവിധായകനായ ആളാണ്. അനീഫ് ഖാൻ മമ്മൂക്കയുടെ അഭിനയിക്കുന്ന സീനിൽ എന്താ നിൻ്റെ പേരെന്ന് മമ്മൂക്കയുടെ ചോദിച്ചിട്ട് രാമക്കുട്ടി എന്ന് മമ്മൂക്ക പറയാൻ ഡിലേ ആയാലും അനീഫ് ഖാൻ തന്നെ പറയുമെന്ന്, രാമക്കുട്ടി എന്ന്. ഇത് എന്നോട് ഉദാഹരണമാണ് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ജോണി വേറൊന്നും ആലോചിക്കണ്ട, ജോണിയുടെ കാര്യം നന്നാക്കി അങ്ങ് പോയാൽ മതി. ഞാൻ സത്യം അത് വലിയൊരു അഡ്വൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറി. എന്നാലും നമുക്ക് ചില സെറ്റിൽ ചെല്ലുമ്പോൾ ആ ഷോട്ടും കൂടെ വേണം തീർക്കാമല്ലോ, ഇവരോട് ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കും ഞാൻ. പിന്നെ അപ്പോഴേക്കും മമ്മൂക്കയുടെ വിളി വരും, വേണ്ട ഇരുന്നോ അല്ല ഞാൻ പറഞ്ഞു, നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ മതി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, 2 ജോലിക്കും അതിൻ്റേതായ ഇതുണ്ട്. ഇതൊക്കെ പരസ്പരം കൊണ്ടുപോകുക എന്നുള്ളതാണ്. നടൻ എന്ന് പറയുന്നത് നിസ്സാര ജോലി അല്ലത്. അത് ആ സ്റ്റാർട്ട് പറയുന്നതും ആ കട്ട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആ സംഭവമായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നൊരു ദൈവാനുഗ്രഹം കിട്ടുക എന്നുള്ളതാണ് പാട്. പക്ഷേ ആ ദൈവാനുഗ്രഹം കിട്ടിക്കൊണ്ട് ഇന്ന് ഞാൻ കഞ്ഞി കുടിച്ച് പോകുന്നു. ഇടയ്ക്ക് നൂഡിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞില്ല, 2 ജോബിനും അതിൻ്റെതായ ഡിഫിക്കൽറ്റി ഞാൻ 2 മനസ്സിലാക്കിയ ഒരാളാണ്. ഇനി മുതൽ എൻ്റെ സെറ്റിൽ എല്ലാ നടന്മാരോടും കുറേ കൂടെ മര്യാദയ്ക്ക് ഞാൻ പെരുമാറാൻ ശ്രമിക്കും. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കാരണം അങ്ങനെ പെരുമാറില്ല, വലിയൊരു തല്ലു തന്നെ. തനിക്ക് ഇതും മനസ്സിലായില്ലോടോ എന്ന് ചോദിക്കുന്നു. അനൂപിനോട് ഇതുമായി കണക്ട് ചെയ്ത ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ ഒരു സംവിധായകനെ നടനായി കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക ഉള്ള ദോഷം എന്തൊക്കെയാണ്? എനിക്ക് ദോഷത്തെക്കാളും കൂടുതൽ ഗുണം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ സമയത്ത് തീർക്കാൻ നമ്മളെ പുഷ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങണ്ടേ, പിന്നെ ഓൾമോസ്റ്റ് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഒരാൾ എഡിന് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആദ്യം വരുന്ന ആൾക്കാരിൽ ഒരാൾ ജോണി ചേട്ടനായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഷൂട്ട് ഞാൻ ആ സമയത്ത് സ്പീഡ് കൂടുതലുന്ന സമയത്ത് അനുഭവം സ്പീഡ് ഉറക്കി എന്ന് പറയാറുണ്ട് അല്ലേ. പിന്നെ എനിക്ക് സജഷൻസ് ഇപ്പോൾ ഈ സുരേഷ് സാറിൻ്റെ ഈ വിളക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ അതിലത്തെ ഒരു സോങ്ങിൽ സാറിനെ കൊണ്ട് മറ്റേ സ്റ്റെപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. അത് തീരെ അറിയണ്ടായിരുന്നില്ല സാറിന്. അപ്പം ഞാനറിയാം ഈ പറഞ്ഞ പോലെ പാവം പോലെ നിന്ന് സത്യസന്ധനായി നിന്നിട്ട് ഒരു സുംബ സ്റ്റെപ്പിൽ ഒരു സംഭവമാണ് കയറ്റി. എന്നിട്ട് ആ സമയം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് സാറ് ചെയ്യുമ്പോഴാണ് ഇത് മറ്റേതല്ലേ എന്ന് പറഞ്ഞത്. അതെ മറ്റേതാണ്, പക്ഷെ അറിയില്ല സാർ ചെയ്തു. ആ സമയത്തൊക്കെ ഇങ്ങനെ കയറ്റി വിടാറുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് സപ്പോർട്ട് വേണമെങ്കിൽ അത് ജോണി ചേട്ടനാണ്, കാരണം എന്തെങ്കിലും ബാക്കിങ് വേണമെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലാൽ ജോസ് സാറും പറയാറുണ്ട് ഈ നടനായതിന് ശേഷമാണ് ഈ കുറച്ചുകൂടി ഇവരെ വില മനസ്സിലായതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ടെക്നിക്കലി ഇവർക്ക് അറിയണ്ടാവും എവിടെ ലൈറ്റ് അവിടെ ക്യാച്ച് ചെയ്യണം, എത്ര ഷോട്ടിൽ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഹെൽപ്പായിട്ട് തന്നെ തോന്നിയിരിക്കുന്നത് ടോട്ടലി. അച്ഛൻ്റെ മകൻ തന്നെയാണ്. ഒരു തിരുവോണത്തിന് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തെങ്ങിക്കയറ്റിയ കഥ, അതായത് ഓണത്തിൻ്റെ അന്ന് തന്നെ ചെത്തുകാരനായി അഭിനയിപ്പിച്ച കഥ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനൂപിനോട് വേറൊരു തരത്തിലൊരു ചോദ്യമാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ അനൂപിന് സിനിമയെക്കുറിച്ചുള്ള അനൂപിൻ്റെ കാഴ്ചപ്പാട്? അത് നിങ്ങളുടെ മുൻ തലമുറകളുടെ, ഈവൻ നിങ്ങളുടെ അച്ഛൻ ഉൾപ്പെടുന്ന മുൻ തലമുറകളുടെ സിനിമാ കാഴ്ചപ്പാടിൽ നിന്ന് എത്ര മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതുമായി റിലേറ്റ് ചെയ്യുന്നു? എനിക്ക് സിനിമ ശരിക്കും നമ്മൾ സിനിമയിൽ വരുന്ന തീരെ വിചാരിക്കാത്ത ഒരാളാണ്. കാരച്ചൻ സിനിമയിലാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഈ ഇൻ്റർവ്യൂവിനൊക്കെ യൂട്യൂബും ഇതൊന്നും ഇല്ലാത്ത കാലത്ത് മാഗസിൻസ് ഇൻ്റർവ്യൂവിനാണ് വരിക. അപ്പോൾ ഈ ജേർണലിസ്റ്റിൽ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചോദിക്കും, മക്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും അച്ഛൻ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ല മക്കൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അച്ഛൻ പറയും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലേ, ഞങ്ങളപ്പോൾ ചെറുപ്പത്തിലെ അങ്ങനെ ട്യൂണ്ടായിരുന്നു.
പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ശരിക്കും ഒരു പുറമെന്നൊരാൾ വരുന്നേക്കാളും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അച്ഛൻ ഇതിൻ്റെ ഇഷ്യൂസ് അറിയുന്നതുകൊണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി അറിയുന്നതുകൊണ്ട് അച്ഛൻ മാക്സിമം ഞങ്ങളെ ഇതിൽ നിന്ന് അകറ്റിയിട്ടാണ് വളർത്തിയത്. അപ്പോൾ ഞങ്ങളതുപോലെ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ചേട്ടൻ പറയാറുണ്ട്, ഞങ്ങളെ മൂത്ത ചേട്ടൻ പറയാറുണ്ട്, ഈ കിളികളൊക്കെ പുറത്ത് വലുതായിട്ട് തള്ളക്കോഴി കൊത്തിയാട്ടി കഴിഞ്ഞാൽ അവർ പുറത്ത് പോയി പറന്ന് പോയി കഴിഞ്ഞാൽ അവർ സമാനമായിട്ടിരിക്കുമല്ലോ, മക്കളെല്ലാം സെറ്റിൽഡായി. ഞങ്ങളത് പറന്ന് വന്നിട്ട് തിരിച്ച് കൂട്ടി കയറിയതാണ്, ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇനി സിനിമ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു എലമെൻറ്റിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു അച്ഛൻ്റെ ജോലി എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഈ എനിക്ക് മകിലിനും ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം അച്ഛൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. റിയൽ കാര്യങ്ങൾ സിനിമയിലൂടെ കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അച്ഛൻ്റെ സിനിമ ഇപ്പോൾ നാടോടിക്കാറ്റായാലും അതിലേറ്റവും നമ്മളെ ഇപ്പോൾ സന്ദേശമൊക്കെ പണ്ട് ഞാൻ ചിരിച്ചിരുന്നത് ശ്രീനങ്കലിൻ്റെ ഒക്കെ ഒരു കോമഡി കണ്ടിട്ടാണ്. പിന്നെയാണ് നമ്മുടെ കൂടെ വളരുന്ന സിനിമയായിട്ട് അത് മാറിയത്, അതിൻ്റെ ഓരോ ലെയർ മനസ്സിലായി തുടങ്ങിയത്. ഈ ഒരു പാർട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിരിക്കുന്നത് സിനിമയിലേക്ക്. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം അച്ഛനും മകലും ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന അച്ഛൻ്റെ രീതിയിൽ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ റിയൽ ഹ്യൂമറുകൾ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ വീട്ടിലൊരു പ്രശ്നം അതാണ്, ഒരു ഹ്യൂമർ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചിലപ്പോൾ അകലും അത് ഞാനെടുത്തേ എന്ന് പറയും. അപ്പോൾ ഓക്കെ ശരി, അപ്പോൾ അടുത്ത് എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളുടെ കോമഡി ഒക്കെ നമ്മൾ പതുക്കെ, നീ അവനോട് പറയണ്ട എന്ന് പറയും പതുക്കെ. അപ്പോൾ എനിക്ക് കൂടുതൽ ചില സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഞാൻ ഇന്നലെ എക്കോ എന്നുള്ള സിനിമ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ കൺസീവ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഒരു ആംഗിളിൽ റിയൽ എലമെൻറ്റ്സ് സിനിമയിലൂടെ കാണാനാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം. ഈ അച്ഛനും അഖിലും ഞാനും എന്ന് പറഞ്ഞു, ഒരു വീട്ടിൽ ശരിക്കും 3 ചലച്ചിത്ര സംവിധായകരുള്ള അപൂർവമായൊരു വീടാണ് അന്തിക്കാട്ടേത്. രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് അനൂപിനോടുള്ളത്. ഒന്ന്, വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായി ജേണലുകൾ വരുന്നത് അനൂപിലൂടെയാണ്. അതിനെ എങ്ങനെയാണ് അച്ഛനും അഖിലും കാണുന്നത്? അനൂപാണ് കൂടുതൽ വീട്ടിലെ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതും വീട്ടിലെ രസകരമായ പടങ്ങൾ പുറത്തേക്ക് വിടുന്നതും? അല്ല, അത് ഞാൻ വീട്ടിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ഞാനാണെന്ന് തോന്നുന്നു. കാരണം അച്ഛനെല്ലാം ഇങ്ങനെ അച്ഛനും അഖിലും ഒക്കെ ഒരു ലിമിറ്റ് വരെയാണ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ട്രാവൽ വയ്ക്കണം. ഞാനിങ്ങനെ റാൻഡമായിട്ട്, അച്ഛന് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഞാൻ ഹിമാലയത്തേക്ക് പോകാമെന്ന് പറഞ്ഞാണെങ്കിൽ അച്ഛൻ പറയും അവിടെ തീവ്രവാദികളുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക്, അപ്പോൾ ഞാൻ ഒരു പോയിന്റിന് ശേഷം ഞാൻ പതുക്കെ ഡൽഹിയിലേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആണ് ട്രിപ്പ് ചെയ്യാറ്. ഞാനിങ്ങനെ അവിടെ പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം ഡോക്യുമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സിനിമയിലെ എഡിറ്റിംഗ് പോലെയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറീസ് ഞാൻ കാണുന്നത് ഓരോ പിക്ചർ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴും ഓരോ സീൻ മാറുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഞാൻ വെക്കാറുണ്ട്. പക്ഷേ അച്ഛനൊക്കെ എന്നെ പറയുന്നത് ബിഗ് ബോസ് ആണെന്നാണ് വീട്ടിലെ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. പക്ഷേ എനിക്കത് പേഴ്സണലി എനിക്ക് വീട്ടിലെ മൊമെൻറ്റ്സ് ആയാലും ഡോക്യുമെൻ്റ് ചെയ്തത് ചെയ്യാനുള്ളൊരു ഫോമാറ്റിലാണ് ചെയ്യുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഒരു വീട്ടിൽ 3 സംവിധായകരും 3 പേരും ഒരേ സമയത്ത് സിനിമയിൽ സജീവമായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പരസ്പരം കോമ്പറ്റീഷനും ഏതെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലുകളും ഉണ്ടാവില്ലേ? എന്താണ് അവിടെ അത് സംഭവിക്കുന്നത്? അല്ല, എല്ലാ ഗുണങ്ങളും വീട്ടിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി എനിക്കിപ്പോൾ ടെൻഷൻ ഇല്ല, അഖിലിൻ്റെ പടം വരുന്നുണ്ട്, എനിക്കിപ്പോൾ ഉടനെ വീട്ടിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെനിക്ക് സമാധാനമാണ്. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി എനിക്ക് ഓരോ സിനിമ വരുമ്പോൾ സ്വന്തം സിനിമ തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ അച്ഛൻ്റെ സിനിമയിൽ അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഡിസംബറിൽ അഖിലിൻ്റെ സർവ്വമായ എന്നുള്ള സിനിമ റിലീസാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ വീട്ടിൽ ഒരു പടം കൂടി വരുന്നുള്ള സംഭവമാണ്. അപ്പോൾ അതെനിക്ക് ഗുണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കോമ്പറ്റീഷനേക്കാളും നമുക്ക് മടി വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് നല്ല മടി വന്നു തുടങ്ങിയിട്ടുണ്ട് വീട്ടിലിങ്ങനെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ. അത് ഒരു പടം ഉണ്ടല്ലോ, പക്ഷേ ഈ വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത്. അനൂപ് വീടിനെ കുറിച്ചാണ് പറഞ്ഞത്. ജോണിയുടെ വീടിനെ കുറിച്ച്, പഴയ ചെറുപ്പത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന ജോണി ആൻ്റണി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ മരിച്ചിട്ടേ എൻ്റെ അപ്പനും അമ്മയും മരിക്കാവൂ, എന്നെ ഒരു സിനിമാക്കാരാക്കണമെന്ന്. അതെ, ജയനെ പോലെ ഒരു നടനെ ആക്കണമെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ജോണിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. കുട്ടിക്കാലം ഒരുപാട് സംസാരിക്കാനുണ്ട് പറയുകയാണെങ്കിൽ. കാരണം ഞാൻ വളരെ ലേറ്റായിട്ട് അപ്പൻ്റെ 52ാമത്തെ വയസ്സിലുണ്ടാകുന്നൊരു മകനാണ്. എൻ്റെ നേരെ മൂത്ത പെങ്ങൾക്ക് 11 വയസ്സ് പ്രായമുണ്ട്. അതിന് മൂത്ത പെങ്ങൾക്ക് 14, ചേട്ടൻ 15. അതായത് ഞാൻ 4 വയസ്സുള്ളപ്പോൾ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. 5 വയസ്സുള്ളപ്പോൾ 10 വയസ്സുള്ളപ്പോൾ 9 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ പെങ്ങളും കല്യാണം കഴിച്ചു. പിന്നെ ചേട്ടന് സർക്കാർ ജോലിയും കിട്ടി, ചേട്ടനും പോയി. പിന്നെ ഞാനും ഈ പ്രായമുള്ള അപ്പനും അമ്മയും മാത്രമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം കിട്ടി വളർന്നതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പെങ്ങന്മാരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ മീൻ വറുത്തൊക്കെ ഉണ്ട് അവരുടെ മക്കൾക്ക് കൊടുക്കാതെ എനിക്ക് തരുമായിരുന്നു, നീ കഴിക്കട കൊച്ചെന്ന്. കാരണം അവരുടെ
കുഞ്ഞാങ്ങളെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന തമാശയൊക്കെ പറയുമെങ്കിലും വളരെ ഇമോഷണലായിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും, വിഷമം തോന്നും. പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മളൊരു സാധാരണ മനുഷ്യർ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, ദൈവത്തെ അല്ല നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് അമ്മച്ചയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും. ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ ഇങ്ങനെ കൊന്തയും പിടിച്ച് ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ അമ്മച്ചി? ഇല്ലടാ, മൂത്ത പെങ്ങളുടെ അവിടെ ഇച്ചിരി പ്രശ്നമാണെന്ന് കേട്ടു. ഏതാ? അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അമ്മച്ചിക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കും ആ സൊല്യൂഷൻസ് അങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. അത് അങ്ങേയറ്റം ഇപ്പോഴും അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നും ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ എന്നെപ്പോലെ സാധാരണക്കാരൻ എത്താൻ കാരണവും അതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതുമായി ചേർത്ത് പറയാനുള്ളത്, ആദ്യം ഇന്നത്തെ ഈ സെഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നാളത്തേക്കായിരുന്നു ഇത് ശനിയാഴ്ചയെന്ന് ആലോചിച്ചത്. അപ്പോൾ നാളെ ജോണിക്ക് വലിയ തിരക്കുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് നാളെ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ തിരക്കെന്നറിയോ? നെടുങ്കുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ച, അതിൽ പങ്കെടുക്കണം. അല്ല, ഈ പുഴുക്ക് നേർച്ചയുടെ സംഭവം നെടുങ്കുന്നം പള്ളി വർഷങ്ങളായിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്ന പോലെ എല്ലും കപ്പയും വേവിക്കുന്ന പോലെ ഒന്നും അല്ല. കാച്ചിലെ ചേമ്പ്, ചേന കിട്ടുന്ന എല്ലാം കൂടെ അങ്ങ് വെട്ടി അരിഞ്ഞിടും. കുറച്ച് കാളക്കിടാവും കുറച്ച് പോത്തുംകിടാവും ഒക്കെ ഉണ്ട്, അതിനെ എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് കൊട്ടകളിലാക്കി, അതായത് 1,00,000 പേരോളം ഉണ്ടാകും അത് കഴിക്കാൻ. ഇത് കൊട്ടയിലാക്കിയിട്ട് കൈ കൊണ്ടാണ് വിളമ്പുന്നത്. അതിലേറ്റവും വലിയ അത്ഭുതം, ആർക്ക് വിളമ്പാലും ഒരു ഇറച്ചി കഷ്ണം കിട്ടും. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇവന് ഇറച്ചി കഷ്ണം തപ്പിയെടുക്കുന്നതാണോ ഏതാ? അപ്പം ചില ഭാഗ്യവന്മാർക്ക് 2 കഷ്ണവും കിട്ടും. എനിക്ക് 1 കഷ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ പണ്ട് ഞാൻ ഈ നെടുങ്കുന്നം സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചു തുടങ്ങിയത്, അന്ന് മുതലേ ഇത് മുടങ്ങാതെ പോകുന്നുണ്ട്. ഇപ്പം പണ്ട് എൻ്റെ അമ്മ പോകുമ്പോൾ അമ്മയ്ക്ക് വളരെ പൊക്കക്കുറവാണ്. അമ്മച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ സഖ്യഹൂസിൻ്റെ കാര്യമല്ല, ഇച്ചിരി ഹൈറ്റ് ഉള്ളിടത്ത് എവിടെയെങ്കിലും കയറുന്നത്. ഈ വിളമ്പുകാരൻ വരുമ്പോൾ അമ്മയ്ക്കുള്ള മാത്രമല്ല മേടിക്കുന്നത്, കുറച്ചുകൂടെ മേടിക്കും. കാരണം പെങ്ങന്മാർക്ക് ഇച്ചിരി കൊണ്ട് നേർച്ചയടി കഴിച്ചോടി, എനിക്ക് കൊണ്ട് തരാം, നേർച്ചയാണ് കഴിച്ചോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്കാരമുണ്ട് അവിടെ. നിങ്ങൾ നെടുങ്കുന്നം ഇവിടെ ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നാളെയാണ് 5:30 വന്നാൽ പുഴുക്ക് കഴിക്കാം. നെടുങ്കുന്നം പള്ളി സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച്. ആരോ വരും എന്ന് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഇതിൽ എനിക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ വന്നത്, സൗത്ത് ഏഷ്യയിലെ ഏറ്റവും നല്ല ഉണക്കമീൻ തരുന്നത് ജോണി ആൻ്റണിയാണ്. കാരണം ഉണക്കമീനിൻ്റെ ഒരു ഭയങ്കര ശേഖരം ഇവിടെ നിന്നുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഒരു കൊല്ലം എനിക്ക് വേണം, ഞാൻ തന്നോളൂ എന്ന് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോകലോ. എനിക്ക് കിട്ടിയത് 15 കിലോ ഉണക്കമീനാണ്. അപ്പോൾ ഈ ഉണക്കമീൻ എന്ത് ചെയ്യുന്നതാണ്, ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്, അപ്പോൾ കുക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജാണ്, ഈ ഫ്രിഡ്ജ് മൊത്തം ഉണക്കമീനാണ്. ഇപ്പോൾ അതിന് കൊക്കക്കോള എടുത്ത് കുടിച്ചാൽ എനിക്ക് ഉണക്കമീൻ സ്മെല്ല് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് പതുക്കെ ആൾക്കാരെ ഗിഫ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഏത് വീട്ടിൽ പോയാലും ഉണക്കമീൻ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പിറന്നാളിനൊക്കെ ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഉണക്കമീൻ കൊടുത്ത് തുടങ്ങി. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു കോൾ വന്നു, ഉണക്കമീൻ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു 90 വയസ്സുള്ള അമ്മച്ചിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കറി കൂട്ടി. അപ്പോൾ ഞാൻ ഉള്ള ബാക്കിയെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞാൻ കേൾക്കുന്ന അമ്മച്ചി ഹോസ്പിറ്റലായി, BP കയറിയിട്ട്. അപ്പോൾ ഞാനല്ല കാരണം, ജോണി ആൻ്റണിയാണെന്ന് പറഞ്ഞിട്ട്. ഈ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നസെൻ്റായിട്ടൊരു പ്രാവശ്യം കൊണ്ട് ഉണക്കമീൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ, നീ തന്ന ഉണക്കമീൻ ഇവിടെ കിണറ്റിൽ ഓടിക്കളിച്ച് നടക്കുന്നു. അതുപോലെ ജനുവേട്ടൻ ഇടയ്ക്ക് എന്നോട് മേടിക്കും, ജനാർദ്ദനേട്ടൻ കൊടുത്തുള്ളൊരു കുഴപ്പം, ഇടയ്ക്കൊരു കോള് വരും, എടാ ചെമ്മീൻ തീർന്നല്ലോ. ഇപ്പം ഞാൻ കണ്ട മീൻകച്ചവടത്തിൻ്റെ ഓർഗനൈസേഷനും ഉള്ളി കഴിക്കാനിരിക്കുന്ന പോലെ, അത് അയല അത്ര പോരായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, ജനുവേട്ടാ ഞാനിത് ഫ്രീ ആയിട്ട് കൊണ്ട് തരുന്നതല്ല, ഞാൻ കച്ചവടത്തിനൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ തന്നെ ശങ്കരാടി ചേട്ടനും ഒക്കെ ആയിട്ടുള്ള പഴയ കഥകളുണ്ടല്ലോ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്തെ. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ടും ഞാൻ പറയാം 90-ൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സീനിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഏറ്റവും വലിയ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അതുപോലെ ശങ്കരാടി ചേട്ടൻ, അതുപോലെ ഈ പറഞ്ഞ ജനുവേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, നരേന്ദ്രപ്രസാദ് സാർ, എന്നെ ഫർഗീസ്, എല്ലാവരുമായിട്ടും അങ്ങനത്തെ ഒരു ഇത് കിട്ടി. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത 2 പേരേ ഉള്ളൂ. ഒന്ന് ബാലേന്ദ്രമേനോൻ സാറും പിന്നെ ശ്രീനേട്ടനും. ഇവർ 2 പേരായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ നടന്മാരായിട്ടും വർക്ക് ചെയ്ത് എല്ലാവരും ഓരോ രീതിയിൽ രസമായിരുന്നു. എനിക്ക് ഏറ്റവും അതിനകത്ത് ഓർക്കുന്നത് പറവൂർ ഭരതേട്ടനെയാണ്. ഈ ഭരതേട്ടൻ ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഈ പ്രായമുള്ള ഒരാളും ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ള ആൾക്കാരെ ഞാൻ എന്നാണെന്ന് ചോദിച്ചാൽ, അപ്പുറത്തെ റൂമിൽ പോയി ഈ ചൂടുവെള്ളം കിട്ടുന്നിടത്തുനിന്ന് ബക്കറ്റ്, അന്ന് ഈ ഒറ്റപ്പാലത്തൊന്നും വലിയ ഹോട്ടലുകളൊന്നുമില്ല, ചെറിയ ലോഡ്ജുകളാണ്. ഞാൻ ഈ ഭരതേട്ടനും കൊണ്ട് വെള്ളം കൊണ്ട് കൊടുക്കും. എൻ്റെ ആദ്യത്തെ മൂസേടി മൂസൽ ഭരതേട്ടൻ ഉണ്ടായിരുന്നു. ഭരതേട്ടൻ്റെ ഒരു തമാശ, ഭരതേട്ടൻ ഡബ് ചെയ്യുമ്പോൾ ഭരതേട്ടൻ പ്രായമായി കഴിഞ്ഞ് നമ്മൾ തൊട്ട് കൊടുക്കണം. അതായത്
ഞാൻ നിൻ്റെ അച്ഛനാടാ മോനെ എന്നുള്ളതിന് ഞാൻ ആ പറയുന്നതിന് ഞാൻ ലിപ്പിന് തൊട്ട് മുമ്പ് നമ്മളകത്ത് നിന്ന് തൊടണം. അങ്ങനെ ഭരതേട്ടനെ തൊടേണ്ട ജോലി എനിക്കാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആട്ടേക്ക് പോകാം എന്ന് പറയുമ്പോൾ നമ്മൾ തൊടും. അപ്പോൾ ഭരതേട്ടൻ പറയും ഞാൻ നിൻ്റെ അച്ഛനാടാ മോനെ, ലിപ്പ് തെറ്റും, ലിപ്പ് ഇതാവും. ഉടനെ എന്ത് പറ്റി ഭരതേട്ടാന്ന് ചോദിക്കുമ്പോൾ ജോണി തൊട്ടത് ലേറ്റായിരുന്നു. ഇപ്പോൾ പാവം നിഷ്കളങ്കമായിട്ട് പറയും. അപ്പോൾ അതും എനിക്കായിരുന്നു കുട്ടികള. പക്ഷേ ഭയങ്കര ഞാൻ പറയാം, സീനിയേഴ്സിനെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരുടെ കഴിവ് കണ്ട് അത്ഭുതപ്പെടുക. അവർക്ക് സത്യമായി അതൊരു വലിയ അങ്ങനെ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു ഗുരുത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്ര നിഷ്കളങ്കരായിരുന്നു ഈ ശങ്കരാചാര്യനും പറവൂർ ഭരതേട്ടനും അങ്ങനെയുള്ളവരെല്ലാവരും. എനിക്കൊന്ന് ഈ വരും തലമുറയോടും എനിക്ക് പറയാനുള്ളത്, നാളെ ഞാനും ശങ്കരാചാര്യനും ഇന്നസെൻ്റ് ചേട്ടനൊക്കെ ആവും. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കും ഒരു ചെറിയ ആദരവ്, ചൂടുവെള്ളം തന്നില്ലെങ്കിലും ഒന്ന് തൊട്ട് തന്നേക്കണം. സീനിയേഴ്സിനെ കുറിച്ച് ആണ് ജോണി നമ്മളോട് സംസാരിച്ചത്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. അതായത് ജോണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അല്ലെങ്കിൽ അഭിനേതാവ് രജനീകാന്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ബസ്സിൽ ജോലി ചെയ്താണ് ജീവിതം ആരംഭിച്ചത്. ജോണിയുടെ പഴയ ബസ് കാലത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അപ്പോൾ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഓഫർ ഉണ്ടെങ്കിൽ മദ്രാസിൽ പോയി സിനിമ ആർഡോഡിൽ അസിസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ജോക്കൂട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നാട്ടുകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ടുപോകാൻ നീ ക്ഷമയോടെ നിൽക്കുക. അപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് ബസ് ഓണറാണ്. അപ്പോൾ അയാളൊരു ബസ്സുണ്ട്. അയാൾ പറഞ്ഞാൽ നീ ഫ്രീ ആണെങ്കിൽ ചെക്കറും കണ്ടക്ടറായിട്ട് വന്ന് കുറച്ച് ദിവസം പോകും. അങ്ങനെ ഞാൻ ചെക്കറും കണ്ടക്ടറായിട്ട് ആണ് ആ ബസ്സിൽ കയറുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ സിനിമയിലേക്ക് പോകാൻ പോകുന്നു. എനിക്ക് മുമ്പ് വന്ന ഏക കണ്ടക്ടർ രജനീകാന്ത്. അങ്ങനെ അതിൻ്റെയൊക്കെ. പിന്നെ ഈ ജോലി എനിക്ക് പ്രശ്നമല്ല. ഞാൻ നാളെ പോകും, സൂപ്പർ സ്റ്റാർ ആവും, അല്ലെങ്കിൽ സൂപ്പർ ഡയറക്ടർ ആവും. ആ രീതിയാണ് എൻ്റെ മനസ്സിൽ. സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ബസ്സിൽ പോകുന്നൊരു ഗുണം, ബസ്സിൽ പല രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മളൊരു മരണം അറിഞ്ഞ് പോകുന്നവരുണ്ടാവും, അസുഖം അറിഞ്ഞ് പോകുന്നവരുണ്ടാവും, കല്യാണം കഴിഞ്ഞ് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരു ക്രൗഡിനെയാണ് ഈ കണ്ടക്ടർ എന്ന ആൾ നിയന്ത്രിക്കുന്നത്. ഒരു പ്രാവശ്യം എനിക്ക് ബസ്സിൽ വെച്ചൊരു അഡ്വൈസ് കിട്ടിയത്, ഈ വിക്രം സിനിമയിലെ പാട്ടില്ലേ, മറ്റേ വിക്രം ആ പാട്ടില്ലേ, അതൊക്കെ വെച്ചിട്ട് ബസ് ഇങ്ങനെ പോകുന്ന ഈ സീരിയസിറ്റി ഭയങ്കര പ്രചാരത്തിലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരാളെന്നെ വിളിച്ചു. കണ്ടാലൊരു SP ആണെന്ന് തോന്നും. എന്താ ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ഈ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പാട്ട് ഓഫ് ചെയ്യണമെന്നത്. പക്ഷെ എന്താ, ഇത് സർവീസാണ്, ബസ് സർവീസ്. ഈ ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ടാവും, പല രീതിയിലുള്ള പോകുന്നവർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്ത് വിക്രം അപ്പം തന്നെ ഓഫ് ചെയ്ത്, അത് വലിയൊരു അഡ്വൈസായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തമാശ എനിക്ക് തോന്നിയത്, ഈ പലതരത്തിലുള്ള ഹ്യൂമറുകൾ ബസ്സിൽ നിന്ന് കിട്ടും. അങ്ങനെ ഈ സ്റ്റീരിയോസിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ലാലേട്ടൻ്റെ വിസ എന്ന് പറഞ്ഞൊരു പടം എനിക്ക് ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ കണ്ടക്ടറായിട്ട് ഓടുമ്പോൾ എരുമേലി ശ്രീ അയ്യപ്പൻ തിയേറ്ററിൽ ഈ പടം വന്നു. സെക്കൻഡ് റണ്ണോ തേർഡ് റണ്ണോ എന്തോ, വിസ ബാലുഗിരി സംവിധാനം ചെയ്ത്. അങ്ങനെ ഞാനും വണ്ടി അവിടെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ട് ഞാനും ഡ്രൈവറും കിളി എല്ലാവിടെ പോയി പടം കണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണുന്നത് ബസ്സിൽ സ്റ്റീരിയോ സെറ്റ് ആരും അടിച്ചുകൊണ്ട് പോയേക്കുക. അതും മുതലാളിക്ക് സ്റ്റീരിയോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര 500 ഇഞ്ച് TV-യുടെ വിലയിലും കൂടുതലാണ് പുള്ളി അതിനെ കാണുന്നത്. പുള്ളി എൻ്റെ സ്റ്റീരിയോ സെറ്റ് എവിടെ പോയി? അപ്പോൾ ഈ സിനിമയ്ക്ക് പോയ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഈ ബസ്സിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കണ്ടക്ടറിനെ പിന്നെ ഡ്രൈവറെ വിളിച്ച് കിളിയെ വിളിച്ചു. ഇവർ രണ്ടുപേരും കൂടെ എന്നെ കുലുക്കി വിളിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കുന്നില്ല. എഴുന്നേക്കുന്നത് പോലീസ് എന്ന് പറഞ്ഞിട്ട് വെള്ളം തെളിച്ചപ്പോൾ ഞാൻ എഴുന്നേക്കുന്നത്. ഉടനെ SI എന്നോട് ചോദിക്കുക, ഈ കണക്കിന് ഞാൻ ചേസ് അടിച്ചുകൊണ്ട് പോയാൽ അറിയാമല്ലോ എന്ന്. ഏതാ വണ്ടിയുടെ. അപ്പോൾ അങ്ങനത്തെ ഞാൻ ആലോചിക്കും, ഈ SI ഇത്ര തമാശക്കാർ. നമ്മൾ ആലോചിച്ചോ, ഈ ചേസ് അടിച്ചു. അങ്ങനത്തെ നർമ്മങ്ങളും ഈ ബസ്സുകൾ തമ്മിലുള്ള തർക്കങ്ങളെ, കോമ്പറ്റീഷനെ, സമയത്തിൻ്റെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസിൽ എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഈ അസിസ്റ്റൻ്റായിട്ടായിരുന്നു, ഒരു അസോസിയേറ്റ് ആയിരുന്ന സമയത്തും എന്നേലും ഹൈറ്റുള്ളവരെയൊക്കെ ഞാൻ കമാൻഡ് ചെയ്ത് നിർത്തുമായിരുന്നു. നമ്മുടെ നാക്കിൻ്റെ നമ്മുടെ ഒരു എന്തോ പച്ചയില്ല അടികിട്ടിട്ടില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. ജീവിതാനുഭവം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അനൂപൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മെയിൻ കാരണം, വിനോദ് സാറാണ് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം ഈ ജീവിതാനുഭവത്തിൽ നിന്ന് കിട്ടിയ ചില കൊച്ചു നുറുങ്ങുകളാണ്. ഈ അനൂപ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബസ് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സിനിമ സെറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം എല്ലാം പല ടൈപ്പിലുള്ള ആൾക്കാർ ഒരുമിച്ചുണ്ടാവുമല്ലോ, തിരക്കുള്ളവരുണ്ടാവും, സമാനമുള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം പിന്നെ ഞാൻ ശരിക്കും ഇപ്പോഴും ബസ്സിൽ പോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഓർത്ത കാര്യം, ഞാൻ ഫസ്റ്റ് കണ്ട ലിപ് കിസ് ബസ്സിലാണ്. അതായത് അത് ഞാൻ ഈ പുറകിലിരിക്കുന്ന
സ്വഭാവമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലൊരു കണ്ടക്ടർ ചിലപ്പോൾ ഈ പടിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വീശി നിൽക്കുന്നൊരു സ്വഭാവമുണ്ട് കാറ്റടിച്ചിട്ട്. ആ സമയത്ത് എരുമേനെ കൊണ്ടുപോകുന്നൊരു ലോറി ഉണ്ടായിരുന്നു. ഇയാൾ അത് വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന അതേ സമയത്ത് ഇയാൾ പുറത്തേക്ക് വരികയും ഒരു എരുമ ഇയാൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഇയാളുടെ മുഖത്ത് മൊത്തം ഞാനത് ലൈവായിട്ട് കണ്ട് എനിക്ക് ചിരിക്കാനും പറ്റില്ല. ഇയാൾ തുടച്ചോളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർത്തു ബസ്സിലത്തെ. അനൂപിനോട് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും നൂറുമേനി കൊയ്തിട്ടുള്ള സൗഹൃദങ്ങളാണ് സത്യനന്ദിക്കാടും ശ്രീനിവാസനും പ്രിയദർശനും മോഹൻലാലും ഒക്കെ തമ്മിൽ. ആ ഒരു തലമുറ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിൽ അവർ തമ്മിലുള്ളൊരു ഇഷ്ടം വളരെ സജീവമായിരുന്നു, വളരെ പ്രശസ്തവുമായിരുന്നു. അവരുടെ അടുത്ത തലമുറയും ഇപ്പം സിനിമയിൽ ആക്റ്റീവായി. അതായത് അഖിലും അനൂപും ആക്റ്റീവാണ്, വിനീത് ശ്രീനിവാസൻ ആക്റ്റീവാണ്, അതെ ഇപ്പോൾ കല്യാണി വന്നു, പ്രണവ് വന്നു, നിങ്ങളെല്ലാവരും വന്നു. നിങ്ങൾ തമ്മിൽ ഈ മുൻ തലമുറ പോലെയുള്ള ഒരു ബന്ധമുണ്ടോ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ? അതെല്ലാം ചോദിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദുൽഖറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഷൂട്ടിങ്സ്, ഞാൻ വിക്രമാദിത്യൻ്റെ ക്ലാപ്പ് അടിക്കുന്ന ഒരാളായിരുന്നു, അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ദുൽഖറിനെ അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇന്നാളുടെ മകനാണെന്ന്. അങ്ങനെ ഏതോ ഒരു ഷോട്ടിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അച്ഛനെ പറ്റി ഒന്ന് ടോക്ക് വന്നപ്പോഴാണ് ദുൽഖർ അറിഞ്ഞത്. അന്ന് ദുൽഖർ നീ സത്യനങ്ങളുടെ മോനാണെന്ന് ചോദിച്ചത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നു, മീൻസ് ആ ആംഗിളിൽ. എനിക്ക് തോന്നുന്നത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മുൻകൂർ ധാരണയില്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വിനീതും ശരിക്കും എല്ലാവരും ചോദിക്കുന്നത്, വിനീതും ധ്യാനും ഒക്കെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഞാൻ ശരിക്കും അവരെ കാണുന്നത് വളരെ കുറവാണ്. ചെറുപ്പത്തിൽ എപ്പോഴും അവർ വീട്ടിലേക്ക് വന്ന സമയത്ത് എപ്പോഴും കണ്ടെന്നല്ലാതെ ധ്യാൻ്റെ കൂടെ ഞാൻ അടുത്ത് വർക്ക് ചെയ്യപ്പോഴാണ് ധ്യാൻ ആദ്യമായിട്ട് കാണുന്നത്, വലിയ ധ്യാനിനെ. ഈ ധ്യാൻ അതിന് ശേഷമുള്ള ധ്യാനിന്. പിന്നെ കല്യാണിയെ ഞാൻ അപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു വേറെ ആംഗിളിലെത്തിയുള്ള ഒരു സൗഹൃദം അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നുണ്ട് സിനിമയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അതാണ് എനിക്ക് തോന്നിയത്. കാരണം വേറൊരു മുമ്പ് കണ്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നില്ല അതിന് മുമ്പ് തന്നെ. CID മൂസയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാതെ പോകുന്നത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ പോലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് സെറ്റർ മൂവിയാണ് CID മൂസ. ജോണിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇതിൻ്റെ ഒരു 2ാം ഭാഗം എടുക്കാൻ വളരെ ഈസി ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താതെ പോയത്? അതായത് മൂസ കഴിഞ്ഞ് നമ്മൾ പിന്നെ കൊച്ചി രാജാവ് ചെയ്തു, കുറിപ്പുലാൻ ചെയ്തു, ഞാൻ മമ്മൂക്ക പടങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് അങ്ങനെ പോയി. അപ്പം ദിലീപിൻ്റെ ഓൺ പ്രൊഡക്ഷനുമായിരുന്നു. ദിലീപിൻ്റെതായ രീതിയിലുള്ള സിനിമകൾ പോയി. അപ്പോഴും പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും പറയുമായിരുന്നു 3 കൊല്ലം 5 കൊല്ലം ആ സമയത്ത് അത് ചെയ്യണം, ഒരു സെക്കൻഡ് പാർട്ട്, എന്നാലേ അതിന് കാര്യമുള്ളെന്ന്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓരോ വർഷം കഴിയുന്നവരും അതിൻ്റെ ആവശ്യം കൂടുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അമ്പലച്ചേട്ടൻ അടക്കമുള്ള അവർക്കൊന്നും പകരം വെക്കാൻ ആൾക്കാരുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മൂസയും ആ ഡോഗും ഉണ്ടായാൽ മതി, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ. പിന്നെ സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇന്നറിയില്ല സ്ലാപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകണം. കാരണം എല്ലാവരും അതുപോലെ പിന്നെ പറഞ്ഞ പോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരം വരുന്നതുകൊണ്ട് അപ്പം ദിലീപ് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ മൊത്തത്തിലൊരു അതൊന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്കിത്രയേ ഉള്ളൂ, ഈ എന്നോട് ചോദിച്ചു പ്രാവശ്യം പറഞ്ഞായിരുന്നു, എന്നോട് ഈ 2ാം ഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചവർ മാത്രം ആ പടം കണ്ടാൽ ആ പടം ബാഹുബലിയാവും. ഏതാ ഈ പറയുന്ന ആൾക്കാരും അന്നപ്പം ഫസ്റ്റ് ഷോ കണ്ടിട്ട് പറയും പോരെന്നാ കേട്ടത്. അപ്പം അങ്ങനെ പറയാതെ മൂസ ആദ്യത്തെ ഭാഗം കണ്ടവരെല്ലാവരും സെക്കൻഡ് പാർട്ട് കാണും എന്നെനിക്ക് ഉറപ്പ് തന്നാൽ എനിക്കൊരു പ്രചോദനമായാലും. ശരിക്കും മലയാള സിനിമ ഒരുപാട് മാറി. പുതിയ തലമുറയിലുള്ള സംവിധായകർ വന്നു. അവർ ചെയ്യുന്ന സിനിമകൾ നമ്മൾ വ്യത്യസ്തമായ സിനിമകൾ, ചെറിയ പ്രമേയമുള്ള സിനിമകളൊക്കെ കാണുക. അപ്പോൾ വീണ്ടും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ചാലഞ്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചാലഞ്ച് എങ്ങനെയായിരിക്കും ജോണി ഏറ്റെടുക്കുക? ജോണി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇനി വീണ്ടും സിനിമ സംവിധാനം ചെയ്യാൻ പോയാൽ എനിക്ക് തോന്നുന്നു ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം നല്ല പുഷ്കരകാലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളായിട്ട് ഇച്ചിരി ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈയുടെ വൈഫ് എന്നോട് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കുടിശ്ശികയായപ്പോൾ ചോദിച്ചു, പഴയതൊക്കെ മറന്നോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നോട് ഞാൻ വല്ല തെറ്റും ചെയ്തോ? അതല്ല, ആ പണിയൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഉടനെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നെന്ന് പറഞ്ഞു. ഇനി ആരെയിലേക്കൊന്ന് വളയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മമ്മൂക്ക ഡേറ്റ് ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അതിനൊരു കയ്യടി കൊടുക്കാവുന്ന, മമ്മൂക്കയുടെ ഡേറ്റും കയ്യിൽ വെച്ച് ഡയറക്റ്റ് ചെയ്യാതിരിക്കുകയാണ്.
ഈ അനൂപിൻ്റെ പല സിനിമകളും കാണുമ്പോൾ അനൂപിൻ്റെ പല സിനിമകളും പറയും അനൂപിൻ്റെ വരണേ ആവശ്യമുണ്ടെന്നുള്ള സിനിമ കാണുമ്പോൾ നമ്മൾ ശരിക്കും സുരേഷ് ഗോപിയെയും ശോഭനയും നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക ചാം പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ മകൾ എന്നുള്ള അച്ഛൻ്റെ സിനിമ കാണുമ്പോഴും ആ ചാം പലപ്പോഴും നസ്ലീൻ്റെ ഒക്കെ കഥാപാത്രം വരുമ്പോൾ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ സത്യനന്ദിക്കാട് എന്നുള്ള സംവിധായകൻ മക്കളിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കുന്നു, അല്ലെ മക്കൾ ഇപ്പോൾ ഏറ്റവും പുതിയ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ കാണുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് മക്കളുടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ മക്കളിൽ നിന്ന് എന്തൊക്കെ നിരീക്ഷിക്കുന്നു, എന്തൊക്കെ ഏറ്റെടുക്കുന്നു അച്ഛൻ? അച്ഛൻ സിനിമയിലെ കാര്യത്തിൽ വളരെ സെൽഫിഷായ ഒരാളാണ്. കാരണം എല്ലാ പുതിയ കാര്യങ്ങളും പുതിയ ആൾക്കാരിൽ നിന്ന് കേൾക്കാൻ യാതൊരു ഈഗോ ഇല്ലാതെ കേൾക്കും. എനിക്ക് തോന്നിയൊരു കാര്യം, അച്ഛൻ ഡയലോഗ് റൈറ്റിങ്ങിൽ ഇപ്പം ഞങ്ങളെ ആക്ച്വലി കാണിക്കാറുണ്ട് ഈ സീനിൻ്റെ ഡയലോഗ്സ് ഓക്കെയാണോ. കാരണം എനിക്ക് തോന്നിയ കാര്യം, പുതിയ സിനിമകളിൽ ഒരുപാട് ഡ്രാമ ഇല്ലാതെ പറയുന്നതാണ് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ശ്യാം പുഷ്കരനൊക്കെയുള്ള സിനിമകൾ വന്നതിന് ശേഷം ഈ ഡയലോഗ് റൈറ്റിങ്ങിൽ അച്ഛൻ കുറച്ചുകൂടി നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചില സീൻസുകളൊക്കെ നമ്മളായിട്ട് ഡിസ്കസ്, ഇപ്പോൾ നസ്ലിൻ്റെ സീനൊക്കെ ആ സമയത്ത് ഇപ്പോൾ ഹിന്ദി പകുതി പറയുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫ്രീഡം കൊടുക്കുമായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് തരായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ അച്ഛൻക്ക് ഇത്ര സൗന്ദര്യ മോളും സുന്ദരി ഹോഗി എന്നൊക്കെ പറയുന്ന, അത് നോർമലി അച്ഛൻ്റെ പടത്തിൽ കാണാറില്ല. ഇപ്പോഴത്തെ മെയ് ഹും എന്നുള്ള അല്ലാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയലോഗ് റൈറ്റിങ്ങിലാണ് കൂടുതലായിട്ട്. പിന്നെ ഈ കഴിഞ്ഞ സിനിമയിലെ കഥ അഖിലിൻ്റെ ആയിരുന്നു. അപ്പോൾ എഴുതിയത് സോനു ടി പി എന്നുള്ള പുതിയ റൈറ്ററാണ്. കുറച്ച് സീൻസ് എനിക്കും എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് അച്ഛൻ ചെയ്യുന്നത് ഒരു നല്ല ഹിറ്റായിട്ട് പോകുന്ന റെസ്റ്റോറൻ്റ് ഒരു ഉടമസ്ഥൻ്റെ പോലെയാണ്. കാരണം കുക്കളെ മാറ്റിക്കൊണ്ടിരുന്നിട്ട് അവസാനം അത് സാമ്പാർ ഞാൻ ഇളക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ഫൈനൽ ഇളക്കത്തിൽ അത് അച്ഛൻ്റെ സിനിമയൊക്കെ അച്ഛൻ മാറ്റും. അപ്പോൾ ആ ഒരു സ്മാർട്ട്നെസ് അച്ഛനുണ്ട്. അച്ഛൻ മക്കളുടെ ഒരു പ്രതിഭയും കൂടെ സ്വീകരിക്കുന്നു എന്നറിയുന്നത് തീർച്ചയായിട്ടും നമുക്കും സന്തോഷകരമായ കാര്യമാണ്. പലരും വളരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും മുതിർന്ന തലമുറയുടെ ഒരു പ്രശ്നമായി നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അനുവിൻ്റെ അച്ഛനും ഒരു കൈയടി നിങ്ങൾ കൊടുക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. ഒരു കാര്യം കൂടെ അനൂപിനോട് ചോദിക്കാനുള്ളത്, ഒരു പഴയ കഥയാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു പക്ഷേ അനൂപ് അന്ന് സിനിമയിൽ വന്നിട്ടില്ല, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അനൂപിനാണെന്ന് തോന്നുന്നു ഒരു ചെറിയ സർജറിക്ക് വേണ്ടി വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ തൃശ്ശൂർ ഉണ്ടായിരുന്ന സമയത്ത്, അന്ന് കാഷ്വലി ഞാനും ആ സമയത്ത് അവിടെ എത്തി. അന്ന് അനൂപിനെ സർജറിക്കായി കൊണ്ടുപോയി. അപ്പം സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ സംവിധായകൻ, അല്ലെങ്കിൽ സത്യേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന അനൂപിൻ്റെ അച്ഛൻ അമ്മയുമായി, അല്ലെങ്കിൽ അനൂപിൻ്റെ അമ്മയുമായി അവിടെ വന്ന് കാറിൽ ഇറങ്ങുകയാണ്. മകൻ്റെ സർജറിയുടെ വെപ്രാളത്തിന് സത്യേട്ടൻ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത്. സത്യനന്ദിക്കാട് ഭാര്യയുടെ കാലിൽ കാറ് കയറ്റി. ശരിക്കും ഇവരുടെ വീട്ടിലെ ഒരു വളരെ നിശബ്ദമായ സാന്നിധ്യമാണ് അനൂപിൻ്റെ അമ്മ. അനൂപിൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് പറയാമോ? പെട്ടെന്ന് ഞാൻ ആ കാറ് കയറ്റിയത്, അത് കോമ്പിനേഷൻ കാറ് എനിക്കൊരു ENT സർജറി ആയിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഞാൻ മാത്രം അല്ല അമ്മ കൂടെ വന്നോട്ടെ ഞാനാ പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ ഈ അമ്മയുടെ കാലിൻ്റെ മേലോ ടയർ കയറിയിട്ട് അമ്മ വീണ് ഞങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ ഒരാൾ ചാൻസ് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ്റെ അടുത്ത്. അതാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. കാരണം അപ്പം ഞാൻ അയാളൊന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അമ്മ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് അമ്മ ഈ അച്ഛൻ പണ്ട് പറയാറുണ്ട്, ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അമ്മ ജയിക്കുമെന്ന് പറയാറുണ്ട്. കാരണം അമ്മയ്ക്ക് എല്ലാവരെയും നല്ല പരിചയമാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു ഭാരം തലയിലെടുത്ത് വയ്ക്കാത്ത ഒരാളാണ്. ഇപ്പോഴും ഞാൻ പറയും VS അച്യുതാനന്ദൻ പോലെയാണ്, അതൊരു ഇമേജ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ അമ്മ ഇപ്പം പലരും പറയാറുണ്ടല്ലോ, ഇപ്പം അച്ഛൻ തന്നെ പറയാറുണ്ട്, ഞാൻ ബാക്കി എല്ലാവരും സിനിമാക്കാരെല്ലാവരും മദ്രാസിൽ സെറ്റിലായപ്പോൾ ഞാൻ അന്തിക്കാട് സെറ്റിലായി എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അമ്മയാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ പല വീടുകളിലും പല ഗൃഹനാഥന്മാരും പറയുമല്ലോ, ഞാൻ സെറ്റിലായി എന്ന് പറയുമ്പോൾ ഭാര്യമാരാണ് സെറ്റിലാവുന്നത്. ആ സ്ഥലത്ത് തന്നെ ഞങ്ങളെ സ്കൂളൊക്കെ പഠിപ്പിച്ച് അവിടെ അതിൻ്റെ ഒരു ബേസിക് ഞങ്ങൾക്കൊരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സിനിമയിൽ പോയെങ്കിലും അമ്മയ്ക്ക് ആ സമയം വരുമ്പോൾ ഞങ്ങൾക്ക് PSC എഴുതാൻ പറയാറുണ്ടായിരുന്നു. MSc പഠിച്ചതല്ലേ, ഒരു സ്ഥിര ജോലിയൊക്കെ വേണ്ടെന്നുള്ളത്. അപ്പോൾ അമ്മയുടെ ആംഗിളിൽ വളരെ സിമ്പിളായി ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. അപ്പോൾ അതാണ് അമ്മയുടെ ഒരു മെയിൻ തിങ്. അമ്മയെക്കുറിച്ച് ഒരു ചെറിയ കഥയും കൂടെ ഞാൻ പറയാം. നിമ്മി അല്ലെങ്കിൽ നിർമ്മല എന്നുള്ള ഇവരുടെ അമ്മ ഒരിക്കലും സത്യൻ്റെ കൂടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അന്തിക്കാട് ചെറിയ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു വളരെ സാധാരണ വേഷത്തിൽ, നാട്ടിൽ എടുക്കുന്ന ഒരു സാധാരണ വേഷത്തിൽ വളരെ വേഗം നടന്നു പോകുന്നു. അപ്പോൾ സത്യൻ കാർ നിർത്തി, കയറുന്നോ എന്ന് ചോദിച്ചു.
പറഞ്ഞില്ല എനിക്ക് കറണ്ട് ചാർജ് അടയ്ക്കാൻ പോവുക, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു പോകുന്ന ഒരമ്മയാണ് അനൂപിൻ്റെ അമ്മ നിമ്മി. നമ്മൾ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ചോദിച്ചു. ഈ ജോണിയോട് ചോദിക്കാനുള്ള, ജോണി ഈ ഇടയ്ക്ക് മകളെ പഠിത്തത്തിന് വേണ്ടി ഒരു ദീർഘയാത്ര അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ട് വിട്ടിട്ട് വന്നയാളാണ്. മക്കളെങ്ങനെയാണ് ജോണിയെ കാണുന്നത്? നന്നായിട്ട് തന്നെ കാണുന്നത്. ഞാൻ ഈ സിനിമയിൽ ഭയങ്കര ഒരു അച്ഛനാണ്. മിക്കവാറും അച്ഛൻ സിനിമകളാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. അതെ അതെ അതെ. പിന്നെ പെൺകുട്ടികളുടെ അച്ഛൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ഞാൻ പറഞ്ഞു, പിന്നെ മാതാപിതാക്കൾക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ അന്നത്തെ കാലത്ത് ഇതുപോലല്ല, പെങ്ങന്മാരൊക്കെ പ്രായമായ ഉടനെ കെട്ടിച്ചു വിടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മൂത്ത പെങ്ങളെ 18 വയസ്സിലും രണ്ടാമത്തെ പെങ്ങളെ 19 വയസ്സിലും കെട്ടിച്ചു വിട്ടു മാതാപിതാക്കൾ. കാരണം അവർക്കൊരു ജോലി തീർക്കലായിരുന്നു അത്. അതായത് അവൾ 10 പഠിച്ച് 10 തോറ്റു, എന്നാൽ കുഴപ്പമില്ല കെട്ടിച്ചു വിട്ടേക്കാം, അതൊരു ഒരു രീതിയായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ പറയുന്നത് 28 വയസ്സ് കഴിഞ്ഞ് കല്യാണം ആലോചിച്ചാൽ മതി കേട്ടോ എന്ന് എന്നോട് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിൻ്റെ ഭാഗ്യം അതുങ്ങൾ കെട്ടാവുന്നെങ്കിലും പറഞ്ഞല്ലോ എന്ന്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കെട്ടുമെന്ന് പറയുകയില്ലത്രേ. അപ്പം ഞാനോർത്തു അത് ഭാഗ്യമായി. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് രസകരമായ ഒരു അപ്പനൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനിശ്ചിതത്വങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പിള്ളേർ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എന്നെ പറ്റിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂത്തവളൊരു യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി, ചെറിയ സ്കോളർഷിപ്പൊക്കെ കിട്ടി, അവളെ അയക്കാൻ പറ്റി. രണ്ടാമതുള്ള ഇവിടെ രാജഗിരിയിൽ ബിടെക്കിന് 2ാം വർഷം പഠിക്കുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നത്, എടാ പെങ്കൊച്ചുങ്ങളായ നിൻ്റെ ഭാഗ്യമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു ആൺകൊച്ച് വേണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. പക്ഷേ പെങ്കൊച്ചുങ്ങൾ നല്ല രസമാണ്, ഒരു കുഴപ്പമില്ല പോകുന്നുണ്ട്. ഈ മക്കളുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു. അനൂപിനൊരു കല്യാണം ആലോചിക്കുന്നുണ്ട് അമ്മ. അനൂപ് എന്തുകൊണ്ടാണ് വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? എന്തെങ്കിലും കമ്മിറ്റഡ് ആണോ അതോ ആരെങ്കിലും കാത്തിരിക്കുകയാണോ? അല്ലല്ല, എനിക്ക് എന്നെ തന്നെ ബോറടിച്ചിട്ടില്ല, അതാണൊരു പിന്നെ ഞാനൊരു ട്വിന്നിലുള്ള ഒരാളാണ്. അതായത് ഒരു 25 വർഷം നഴ്സറി തൊട്ട് MSc കഴിഞ്ഞ് വിപ്രോയിൽ വർക്ക് ചെയ്യുന്നവരെ ഞാനും മകിൽ ഒരുമിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഒരു വീട്ടിലേക്ക് കയറിച്ചാലാണെങ്കിൽ ഒരാളായിട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് ആവാത്ത പോലെ മറ്റല്ല അവിടെ എന്ന് തോന്നിക്കുന്ന സംഭവമുണ്ട്. അത് മാറിയത് ഞാൻ NID എന്നുള്ള സ്ഥലത്ത് പഠിക്കാൻ പോയത്, അഹമ്മദാബാദിൽ. അപ്പോൾ അവിടെ തൊട്ട് എനിക്കൊരു ഒരു ഒരു മാറിയുള്ള ലൈഫ് ഞാൻ വളരെ വൈകിയാണ് കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം ഇപ്പോൾ എല്ലാവരും ജോണിച്ചേട്ടൻ എന്നാൾ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു അല്ലേ കല്യാണത്തിൻ്റെ വീട്ടിൽ ഇത് പോട്ടെ, ഗേറ്റ് നന്നാക്കുമെന്നൊരു ബംഗാളി ചോദിച്ചു ആ ഷാദിനേക്ക് ചെയ്യുന്നു. പക്ഷേ ഇപ്പം എനിക്കത് യൂസ്ഡാണ് കുറച്ച്. പക്ഷേ ഞാൻ മാരേജ് കൊണ്ട് വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് ബാക്കി എല്ലാവരും കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതൊരു ഈ പറഞ്ഞ പോലെ തനിച്ച് ജീവിക്കാൻ എളുപ്പമൊന്നുമല്ല, രണ്ടും രണ്ട് സ്ട്രഗിളാണ്. ഇപ്പം എനിക്ക് കുറച്ച് നാളെ കൂടി ഇങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഇത് പറഞ്ഞത് നന്നായി. ഈ അനൂപിനൊരു കല്യാണ പരസ്യം കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ജോണി അതിനകത്ത് പ്ലസ് പോയിൻ്റായിട്ട് ആഡ് ചെയ്യുക? കൊടുക്കണോ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ സത്യസാറിന് തന്നെ ഒരു സിനിമ എടുത്താൽ അനൂപ് ഇപ്പം വീട്ടിൽ ചെല്ലുന്നവരോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അത്രേ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ കൊണ്ടുവച്ച തെങ്ങായത്, ഇപ്പം 26 വർഷമായി, ഇപ്പോൾ പ്രായം കിട്ടിയല്ലോ. അതൊന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു അനൂപ് നല്ലൊരു സത്യൻ സാറിൻ്റെ സിനിമകളിലെ നായകന്മാരെ പോലെ തന്നെ നല്ലൊരു മകനാണ്, നല്ലൊരു സഹോദരനാണ്. ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ അനൂപ് എവിടാ, ഞാൻ കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് നിങ്ങൾ കെട്ടിയിട്ടില്ലല്ലോ. എൻ്റെ കുട്ടികളല്ല, ചേട്ടൻ്റെ കുട്ടികൾ. ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തേങ്ങ തെങ്ങ കയറുമോ? ഇല്ല, ഇട്ട കൊതുമ്പൊക്കെ മാറ്റി തേങ്ങ ശേഖരിച്ച് എല്ലാ പണിയും ചെയ്യുന്ന ഒരു അഭ്യസ്തവിദ്യനായ വിവാഹരഹിതനാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെല്ലുന്ന ആൾ ഉറപ്പായിട്ടും നല്ലൊരു ഭർത്താവ് തന്നെ ആയിരിക്കും. അനുവിനെ അറിയാമല്ലോ, എന്തെങ്കിലും ഉണ്ട് വിനോദ് സാറിനെ ബന്ധപ്പെട്ടാൽ മതി, എന്നെ ബന്ധപ്പെട്ടാൽ മതി. നല്ല കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇത് തന്നെ ഒരു ഇതായിട്ട് നമുക്ക് എടുക്കാം. ഒരു പയ്യൻ കെട്ടാനുണ്ട്, ആർക്ക് വേണം? അപ്പം ഇത് തന്നെ നല്ലൊരു അവസരമാകട്ടെ. പിന്നെ ഭാവിയിൽ പറയാമല്ലോ, ഹോർത്തൂസിലൂടെയാണ് ഞാൻ വിവാഹം നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ഹോർത്തൂസ് ദമ്പതികൾ എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നു. അപ്പം ജൂനിയറിന് വേണ്ടേ? വേണ്ട, ആദ്യത്തെ കുട്ടിക്ക് ജോണിന്ന് പേരിടാം. അപ്പം എന്തായാലും അത് എനിക്ക് എന്താ പറയണ്ടേ, ചിലപ്പോൾ തോന്നുന്നു ഒരു നിമിത്തം എവിടെയോ. അല്ല, ഞാൻ ഈ കഴിഞ്ഞ ഹൃദയപൂർവ്വത്തിലൊരു സീൻ, ലാൽ സാറിൻ്റെ ഒരു സീൻ, ഞാനിത് സീനുണ്ട്, അതിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആൾക്കാരടുത്ത് പറയുന്ന കാര്യം, അതായത് ഈ കല്യാണ പ്ലാൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്കങ്ങനെ പ്ലാനൊന്നുമില്ല, ഇനിയുള്ള കാര്യം ഹെൽത്തി ആയി ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കുക എന്ന് പറയും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറയുന്ന ഡയലോഗ്. പക്ഷേ സിനിമയിൽ ചിലവായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത സിനിമയിലും ഇത്രയും പുകഴ്ത്തിയതുകൊണ്ട് ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോൾ അനൂപ് പറഞ്ഞു ഞാൻ അനൂപിൻ്റെ സത്യൻ സാറിൻ്റെ ഇന്നസെൻ്റ് ചേട്ടനോ ശങ്കരാചാര്യനെ പോലെയൊക്കെ ഒരാളാണെന്ന്.
എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംവിധായകർ ഇനി എന്നെ അവരാരും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അനൂപ് ഏത് സിനിമ സംവിധാനം ചെയ്താലും ഒരു പാസിംഗ് ഷോട്ടിലെങ്കിലും ഞാൻ ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇല്ല ഞാൻ അന്തിക്കാട് വന്നിരിക്കും. ഞാൻ ഒരു ഇഷ്ടംപോലെ ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ച് ഒരു കാര്യം കൂടെ. ഞാൻ ഈ വരനാവശ്യം കൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഒരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സത്യൻ്റെ മോൻ്റെ പടത്തിൽ അഭിനയിച്ചു ഇല്ലേ? ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ഞാൻ കണ്ടു, തിരക്കില്ല, അവിടെ കൊണ്ട് നിർത്തിക്കോണം, അപ്പനും മോനും വേറൊരു മോനും ഒക്കെ ഉണ്ട്, അങ്ങോട്ട് പോകണ്ട. ഇതെല്ലാം കഴിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ മെമ്പർഷിപ്പ് എടുത്ത് അമ്മയെ ചെന്നു. അപ്പോൾ ഇന്നസെൻ്റ് അന്ന് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നസെൻ്റ് പ്രേക്ഷകരോടെ അല്ലെ നമ്മൾ ഇത് വേദിയിലിരിക്കുക, അപ്പം എന്നാ സദസ്സിലിരിക്കുക. അപ്പം എന്നെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് നീ ഇവിടെയും വന്നില്ലേ എന്ന് അല്ല ഞാൻ പറയുന്നത്. മനുഷ്യനൊക്കെ ഓർക്കുന്നു. അവർക്ക് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അല്ലേ. നമുക്ക് ഓഡിയൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഇത്രയൊക്കെ അടുത്ത സിനിമയുടെ കാര്യം പറഞ്ഞു, അടുത്ത സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറായോ? അല്ല, അത് എനിക്കൊന്ന് ഒഫീഷ്യലായിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നിറയെ പോസ്റ്റുകളായി പോകും. അപ്പോൾ അത് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓഡിയൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് റമീസ് എന്നാണ്. ആസ് യു സി ഒരു ഡിസേബിൾ പേഴ്സൺ ആണ്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്, നേരിൽ കാണുന്ന കാഴ്ചകളെ സിനിമയാക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന്. ആസ് എ ഡിസേബിൾ പേഴ്സൺ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരാൻ എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെന്യൂ ആണെങ്കിലും ഒരുപാടൊക്കെ ഇവർ ആക്സസിബിൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നല്ല കാര്യം. പക്ഷേ എന്നാലും കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ ജീവിതങ്ങൾ എന്നാണ് പ്രേക്ഷകർ കാണാൻ പറ്റുക? കാരണം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പം നിലവിൽ ഉമ്മയില്ല, ഉമ്മ മരിച്ചു. ഐ എം 29 years old. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 23 മിസ്റ്റർ കേരളയായിരുന്നു വീൽചെയർ കാറ്റഗറിയിൽ. മോഡലാണ്, ഒരു മോഡലിംഗ് കമ്പനി ഓണറാണ്, ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറാണ്. ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഇതേപോലെ പൊങ്ങി വരാൻ ശ്രമിക്കുന്ന ഒരുപാട് ഡിസേബിൾ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫുണ്ട്. പക്ഷേ ഇതാരും എവിടെയും കാണുന്നില്ല. കാണുന്നത് ഹീറോ പരിവേഷം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഇടയ്ക്ക് വന്ന ജയഗണേഷ് പടം ഹീറോ പരിവേഷം മാത്രമേ കാണുള്ളൂ. അതിനകത്ത് സ്ട്രഗിൾസ് ഒന്നും കാണിക്കുന്നില്ല. ആ കാണിക്കുന്ന ഒരു സ്ട്രഗിൾ അവിടെ സ്റ്റെപ്പിന് അവിടെ കയറാൻ പോകുമ്പോൾ മറിഞ്ഞു വീഴുന്ന, അതല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫ്, റിയൽ ലൈഫ് വെള്ളിത്തിരയിൽ കൊണ്ടുവരണം. താങ്ക് യു. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും ഹോർത്തൂസിൻ്റെ വേദിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ അടുത്ത ഹോർത്തൂസിൽ തീർച്ചയായും നടപ്പാക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ മുന്നിലിരുന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത കയ്യടി പോരാ, കുറച്ചുകൂടെ ശക്തമായൊരു കയ്യടി വേണം. ഇനി മറുപടി പറയാം. ഞാൻ പേരെന്തായിരുന്നു? റമീസ്. ഞാൻ ആക്ച്വലി കൊയിലാണ്ടിയിൽ നെസ്റ്റ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞല്ലോ ഈ സ്ട്രഗിൾസ്, ബുദ്ധിമുട്ട്. അപ്പോൾ ലാൽ ജോസ് സാർ വിളിച്ചതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു, കാരണം ഒരു സിമ്പതി കാണിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ജിതി എന്നുള്ള ഫ്രണ്ട് കൂടി പോയിട്ട് ഞങ്ങൾ ചെയ്തത് ഇവരുടെ ഒരു സ്ട്രഗിൾസ് അല്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ഈ ഓട്ടിസം ഉള്ള അല്ലെങ്കിൽ സെർബൽ പാസി ഉള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 5 കുട്ടികളെ പിക്ക് ചെയ്തിട്ട് ഈ 5 കുട്ടികൾക്ക് നോർമലായിട്ടുള്ള കുട്ടികളുടെ വോയിസ് കൊടുത്തു. അപ്പോൾ കാരണം നമ്മൾ അവരുടെ കൂടെ ഒരു 10 ദിവസം സ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവരുടെ ഒരു ഫോർമാറ്റ് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രഗിൾസ് ഒബ്വിയസ്ലി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലിമിറ്റഡ് എഡിഷൻ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്, അത് യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് ചെയ്ത് കണ്ട് തന്നെ കുറേ ഉമ്മമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഉമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അവിടുത്തെ ഒരു ഉമ്മ ആക്ച്വലി 40ാമത്തെ വയസ്സിലാണ് സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത്, കാരണം മകനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അത് ഒരു കോമഡി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവന് സ്പീഡ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്ട്രഗിൾസ് അല്ലാത്ത രീതിയിൽ നമ്മുടെ നോർമൽ ലൈഫിൽ കൂടുതലുള്ള ആൾക്കാരായിട്ട് തന്നെ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവുന്നതാണ്. ഞാൻ രണ്ടും അതിൽ കൂടുതൽ പ്രാവശ്യം കണ്ട പടമാണ് വരനെ ആവശ്യമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം ദുൽഖറും കല്യാണിയും അവർ മാത്രമല്ല ആ സിനിമയിലുള്ളത്, കൂടെയുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അത്രയും ഡെപ്തായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ കാണുവാണെങ്കിൽ ഒരു ഹീറോയിൻ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക, കുറച്ച് നേരത്തേക്ക് വന്നിട്ട് പോയി ഉർവശി ചേച്ചിക്ക് പോലും അതിനകത്ത് ഒരു നല്ലൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. കുക്കറമ്മയ്ക്കുണ്ട്, ശോഭന ചേച്ചിക്കുണ്ട്, പിന്നെ സുരേഷ് സാറിൻ്റെ കാര്യം പറയണ്ട. നമ്മൾ കണ്ടതിൽ നിന്നും ആ ഒരു ഹിമാലയ യാത്രയ്ക്ക് മുമ്പ് കൊടുക്കുന്ന ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും എനിക്കത് എത്ര കണ്ടാലും മതി വരത്തില്ല. ദുൽഖറിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ ഒരു ഇടർച്ചയും കാര്യങ്ങളും, എങ്ങനെ ആ ഒരു സ്റ്റോറി എഴുതുമ്പം മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് ഇത്രയും ഡെപ്ത് കൊടുത്ത് അവർക്കും കൂടെ അത് ഇമ്പോർട്ടൻ്റ് വേണം എന്ന് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് എല്ലാ ആൾക്കാരുടെയും ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്റ്റോറി കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഇടയ്ക്ക് ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, എഴുതാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിരിക്കും, പക്ഷേ ഇതിൽ പാട്ട് വയ്ക്കാറില്ല.
കാരണം അപ്പുറത്തെ ആൾക്കാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ ഒന്ന് ട്രാവൽ ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ പോകുമ്പോൾ കൊടക് ഏരിയയിൽ ആയപ്പോൾ പുറകിൽ 2 പെൺകുട്ടികൾ വന്നിരുന്നു. അപ്പോൾ അവരുടെ സംസാര ഭാഷയിൽ കുറച്ച് മലയാളം മിക്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ പേഴ്സണൽ സ്റ്റോറി കിട്ടി. അതെൻ്റെ ഇത് ലൈൻ അവൾ പറഞ്ഞത്, നീയും ഞാനും മാത്രമേ ഉള്ളൂ ഫേക്ക് അല്ലാത്ത, ബാക്കി എല്ലാവരും ഫേക്ക് ആടി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതൊരു എന്നോട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാളായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണൽ കഥ കിട്ടും. അപ്പോൾ ഞാനത് റിയൽ ലൈഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന സിനിമകളിലും ഇപ്പോൾ ഒരു ക്യാരക്ടർ വരാണെങ്കിൽ അവർക്കൊരു സ്റ്റോറി കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ അത് മെയിൻ എക്സാമ്പിൾ കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശോഭന മാമിൻ്റെ അടുത്ത് ഞാൻ ഒരു 6 വട്ടം നറേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കഥ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഒളിപ്പിച്ച് വയ്ക്കും, ഒരു ക്യാരക്ടർ പതുക്കെ പറയുള്ളൂ. അപ്പോൾ ഇത് ഒരു നറേഷൻ സമയത്ത് നമുക്കൊരു സർപ്രൈസ് ഫാക്ടർ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒക്കെ സൂത്രപ്പണികളാണ്. സർ, വയനാട്ടിൽ നിന്നാണ്, സുൽത്താൻ ബത്തേരി. നമുക്ക് ഇപ്പം സത്യൻ സാറിൻ്റെ ഒരുപാട് 57 സിനിമകൾ അദ്ദേഹം ചെയ്തത് ആ അന്തിക്കാടിൻ്റെ ഭംഗിയും അതുപോലെ ഒരു ഗ്രാമീണ തനിമയുള്ള കഥാപാത്രങ്ങളും അതുപോലെ സന്ദേശം പോലെ കാലത്തെ അതിജീവിച്ച സിനിമകളുമാണ്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ അച്ഛൻ്റെ ആ വഴിയെ തന്നെ അത്തരം ഗ്രാമീണതയെയൊക്കെ കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുമോ, അതോ പുതിയ തലമുറയ്ക്കൊപ്പം പുതിയ കുറേ ഒരുപാട് പച്ചയായ ജീവിതങ്ങളെ കൊണ്ടുവന്ന സിനിമകളാണ് സത്യൻ സാറിൻ്റെ സിനിമകൾ. അപ്പോൾ ആ ഒരു വഴിയെ, അച്ഛൻ്റെ വഴിയെ തന്നെ പിന്തുടരുമോ? രണ്ടാമത്തത്, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ഒരു ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ അല്ലെങ്കിൽ മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPC ലളിത ഇവരുടെയൊക്കെ ഒരു ശൂന്യത നിലനിൽക്കുന്നു. അവിടെ ഇന്നസെൻ്റ് ചേട്ടനെ പോലെ തന്നെ കഴിയാവുന്ന ജോണി ചേട്ടനെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ കൊണ്ട് പോകാൻ പുതിയ സിനിമകളിലേക്കൊക്കെ പറ്റുമോ? ഈ 2 ചോദ്യം. രണ്ടാമത്തിന് ആദ്യം പറയാം. അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ഒരു നാടക കമ്പനി പോലെയാണെന്നാണ്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ആ വണ്ടിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ജോണിച്ചേട്ടൻ ഓൾറെഡി എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ അച്ഛനും ഇഷ്ടമുള്ള, അച്ഛനും ശരിക്കും എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ മറിമായം കാണുന്ന അല്ലെങ്കിൽ അപ്പോൾ ഇപ്പം അച്ഛൻ ചെയ്യുന്നത് എല്ലാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ നോക്കാറുണ്ട്. പണ്ട് അച്ഛൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശങ്കരാടിയങ്കിളോ അല്ലെങ്കിൽ ഒടുവിലങ്കിളുള്ള പോലെ ഒരു ഫ്രെയിമിനകത്ത് ഇയാൾ സെറ്റാണെങ്കിൽ ഇപ്പം അച്ഛൻ പതുക്കെ ഒന്ന് മാറ്റി പിടിക്കാനും നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒരു കാര്യമുള്ളത്, അച്ഛനിപ്പോൾ കഴിഞ്ഞ സിനിമയായാലും നമ്മളൊരു പുതിയ ഒരുപാട് പേരെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അച്ഛനും അതൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് കുറച്ചൊന്ന് ഡൈവേഴ്സ് ആക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ സിനിമകളിലും. ഞങ്ങളുടെ മെയിൻ പ്രശ്നം, ഈ കുറേ പേര് കഥ കൊണ്ടുവരാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഒരു കുടുംബം, ഇത് സത്യനന്ദിക്കാട് മതി അല്ലെങ്കിൽ മക്കൾ മതി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അത് ബ്രേക്ക് ചെയ്യാനാണ് നോക്കുക. ബ്രേക്ക് ചെയ്യാൻ അത് ഇപ്പം ഞാനൊരു ത്രില്ലർ ചെയ്താലും അതിൽ ഇമോഷൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അത് ഇപ്പോൾ ടൈറ്റാനിക് ആണെങ്കിൽ നമ്മൾ ഓർക്കുന്നത് ജാക്കിനും റോസും അല്ലേ, അല്ലാതെ മറ്റേ ഈ തിയേറ്റർ സംഭവമല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു എലമെൻ്റാണ് അച്ഛൻ്റെ സിനിമകൾ ഓർക്കുന്നത്. എനിക്ക് ഗ്രാമം എന്നുള്ള ഇപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന സിനിമ ഒരു ഫ്ലാറ്റിലെ സിനിമയാണ്. അതിലങ്ങനെ ഗ്രാമമൊന്നുമില്ല. പക്ഷേ അതിലേക്ക് അച്ഛൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഗ്രാമമുണ്ട്. അപ്പോൾ അതായിരിക്കും ഒരു കോമൺ ഫാക്ടർ. ഇപ്പോൾ പിൻഗാമി എന്നുള്ള പടത്തിൽ ഇപ്പോൾ ഒടുവിൽ അങ്കിളിൻ്റെ ക്യാരക്ടറിലൊക്കെ ആ ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സ് സാധനം എല്ലാ ആൾക്കാർക്കുള്ള ഒരു സിഗ്നേച്ചറാണെന്ന് തോന്നുന്നു അച്ഛൻ. അപ്പോൾ നമുക്കുള്ളിൽ ആ സാധനമുണ്ട്. ഇപ്പോൾ ഞാനും അഖിലിനും, ഇപ്പോൾ അഖിലിൻ്റെ അടുത്ത സിനിമ ഒരു ഹൊറർ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ അത് കണ്ടതാണ് അതിൻ്റെ എഡിറ്റ് വേർഷൻ. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ഈ ഗ്രാമ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഉണ്ടായിരിക്കും. നാച്ചുറലി വരും, നമ്മളതിനെ ഫോഴ്സ് ചെയ്യുകയോ സ്ട്രഗിൾ ചെയ്യുകയോ ചെയ്യുന്നില്ല. അത് നാച്ചുറലി അതിൻ്റെ കൂടെ വരുന്നെങ്കിൽ തോന്നുന്നു. നമുക്ക് ഏത് സിനിമയും തീർന്നേ പറ്റൂ. അപ്പോൾ ഇനി അവസാനം ഒരു 2 ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്ലീസ്. സാർ, എൻ്റെ പേര് മിഥുൻ എന്നാണ്. അപ്പോൾ സാറ് നേരത്തെ പറയണ്ടായി ജോണി സാറ് അനൂപ് സാർ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഷോട്ടെങ്കിലും എനിക്ക് വേണം. അപ്പോൾ ഇൻ കേസ് സാർ ലീഡ് ചെയ്യുന്നൊരു പടം അനൂപ് സാർ ചെയ്യുകയാണെങ്കിൽ സാറിന് വേണ്ടി പ്ലേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോംബോ ആരായിരിക്കും ഇപ്പം നിലവിൽ? എൻ്റെ നായികയോ? മീൻസ് ആക്ടർ ഓർ ആക്ട്രസ്? ഒന്ന് പോടുന്നു. അത് സംവിധായകൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേക്കുന്നു. ഞാൻ അടുത്ത ആഴ്ച സിനിമയിൽ പള്ളിയിൽ അച്ഛനായിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്തത്. അതിപ്പോൾ അതെ, ഓർത്തഡോക്സ് സഭയല്ലേ? അല്ല, ഇത് അനൂപിനോടാണ്. ഈ സത്യനന്ദിക്കാട് ആദ്യമായിട്ട് മദ്രാസിൽ പോയത് ഗാനരചയിതാവായിട്ടാണ്. അതുപോലെ എന്തെങ്കിലും ക്വാളിറ്റികൾ അല്ല, സ്റ്റോറി റൈറ്റിങ്ങോ കവിത എഴുത്തോ താങ്കൾക്കോ ചേട്ടനോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. അല്ല, ഞങ്ങൾക്കത് ഇപ്പോൾ സ്കൂൾസിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ ഒരു കലാമത്സരമോ ഞാൻ ആകെ ഒരു ഗ്രൂപ്പ് ഡാൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഉപജില്ലാ കലോത്സവത്തിൽ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സംഘഗാനത്തിനാണ്.
അപ്പോൾ അതുകൊണ്ട് അല്ല, എനിക്ക് ഈ യേശുദാസ് പാടിയ കുറെ നല്ല പാട്ടുകൾ അച്ഛൻ്റെ അതെ അച്ഛൻ ശരിക്കും പോയത് ഈ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനാണ്. പക്ഷെ അച്ഛൻ വളരെ നാളായിട്ട് സ്റ്റഡി സർക്കിൾസ് ഒക്കെ ചെയ്യുന്ന പാഥേയം എന്ന് പറഞ്ഞ മാസികയാണ് തീരുന്നു. അതെ അപ്പോൾ എനിക്കൊന്ന് അച്ഛൻ്റെ ഒരു ഹെവി ലിറ്ററൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ലവണ്ണം സാഹിത്യം ഫോളോ ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അത് കണ്ട് വളഞ്ഞ വായിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും അറിയില്ല. ഇപ്പം എൻ്റെ സിനിമയിൽ ഞാൻ ഒരു പാട്ട് പകുതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ കൂടുതലും ഒരു ഡയറക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് പാട്ട് റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ്. പക്ഷേ അച്ഛൻ്റെ വേറെ തന്നെ കാറ്റഗറിയാണ്. അനൂപ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ പൂരത്തെ പറ്റി മലയാള മനോരമയിൽ എഴുതിയത് അനൂപാണ്. മോഹൻലാലിനെ കുറിച്ചുള്ള അനൂപിൻ്റെ മോഹൻലാലുമായിട്ടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ബന്ധത്തെക്കുറിച്ച് ഈയിടയ്ക്ക് മാതൃഭൂമിയിലായിരുന്നു എന്ന് തോന്നുന്നു അനൂപ് എഴുതിയിരുന്ന ഓർക്കുന്നു. അനൂപ് നന്നായി എഴുതുന്ന ഒരാളാണ്. നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു നല്ല സായാഹ്നം ബാക്കിയുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നന്ദി. നിങ്ങൾ ഓഡിയൻസ് എന്നുള്ള നിലയിൽ നിങ്ങളോടുള്ള ഒരു നന്ദി. ഞാൻ എത്രയോ 20 വർഷത്തിലധികമായി പത്രപ്രവർത്തനത്തിലുള്ള ഒരാളാണ്. എനിക്ക് ചോദിക്കാൻ പറ്റാത്ത, ഞാൻ കൺസീവ് ചെയ്യാത്ത കുറച്ചുകൂടെ നല്ല ഇമോഷണലായ ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അത് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കും മലയാള മനോരമയിലെ ഞങ്ങളെല്ലാവർക്കും കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോകും എന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നല്ല സായാഹ്നം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഹോർത്തൂസിൽ നിങ്ങളെ എല്ലാവരെയും കാണാം എന്ന വിശ്വാസത്തോടെ താങ്ക് യു.